നിങ്ങളുടെ യൂട്രസ് ഡബേന്നങ്ങ് തുറന്ന് ബേബി വരുമൊന്നുമില്ല. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഇത് കഴിക്കുക, അത് കഴിക്കുക, ഇത് കഴിക്കുക, ബദാം കഴിക്കുക, അണ്ടിപ്പരിപ്പ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇടതുവശം തന്നെ ചരിഞ്ഞ് കിടക്കണോ? അതാണ് പ്രഗ്നൻസിയിലെ ഐഡിയൽ പോസ്റ്റർ എന്ന് കേട്ടിട്ടുണ്ട്. ബേബി ബിഗർ ആവുമ്പോൾ അത് കൂടെ വരാൻ പറ്റില്ല, നമുക്ക് സിസേറിയൻ ചെയ്തേ പറ്റുള്ളൂ. ഏത് സാഹചര്യത്തിലാണ് മാം ഒരു ഫാമിലിയോട് ഈ കുഞ്ഞിനെ നമുക്ക് വേണ്ട എന്ന് വെക്കാമെന്ന് പറയുന്നത്? 7ാം മാസത്തിലെ പോലെ അനങ്ങുന്നതുകൊണ്ടല്ല നോക്കട്ടെ. ഇന്നലെ എങ്ങനെ അനങ്ങി അതുപോലെ ഇന്ന് അനങ്ങുന്നുണ്ടോ? മിക്കപ്പോഴും ഈ പേഷ്യൻസിന് പേടിയാണ്. അയ്യോ മാഡം, ഞങ്ങൾക്ക് 35-36 വയസ്സായില്ലേ, ഇനി ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റുമോ? സ്പെഷ്യലായി എന്തെങ്കിലും കഴിക്കണോ? എത്ര വെയിറ്റ് ഞാൻ വെക്കണം? എന്തൊക്കെയാണ് ഞാൻ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തേണ്ടത്? ഞാൻ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണോ? ഞാൻ കൊടുക്കുന്ന അഡ്വൈസ്, നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കഴിക്കുക. ജ്യൂസ് ഇസ് ഓൺലി ഫോർ ബേബീസ്. പല്ലുള്ളവർ ജ്യൂസ് കുടിക്കണ്ട, പഴം കഴിക്കുക. ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച് കഴിക്കുക. ഓൾ ആർ വറീഡ് അബൌട്ട് തൈറോയിഡ്. പക്ഷെ തൈറോയിഡ് അല്ല, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഹീമോഗ്ലോബിൻ. മാം, പണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ഒരു കാലത്ത് തന്നെ നമ്മളൊരു 20s എത്തുമ്പോൾ കല്യാണം, അത് കഴിഞ്ഞ് അമ്മയാവുന്നു, ഇതൊക്കെ ഒരു പ്രോസസ്സ് പോലെ പോവായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞല്ലേ എന്ന് തിരിഞ്ഞു നോക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബോധവാന്മാരായാണ് ജീവിക്കുന്നത്. അവർക്ക് പ്ലാനിങ് ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇവിടെ എത്തിയ ശേഷമാണ് വിവാഹം, ഇവിടെ എത്തിയ ശേഷമാണ് എനിക്ക് കുഞ്ഞുണ്ടാവുന്നത്, അപ്പോഴാണ് ഞാനത് പ്രിപ്പയർഡ് ആവുന്നതെന്നൊക്കെ. ഈ ജീവിത രീതിയുടെ ഭാഗമായി തന്നെ ചിലപ്പോൾ അതൊരു 30കളിലേക്കൊക്കെ അമ്മയാകുക എന്നുള്ള പ്രോസസ്സ് മാറ്റി വെക്കേണ്ടി വരുന്നവരുണ്ടാകാം. ഫിനാൻഷ്യലി സെറ്റിലാവുന്ന പല കാരണങ്ങൾ കൊണ്ട്. അത്തരത്തിലുള്ള മനുഷ്യർ മാമിനെ അതിന് മുന്നേ, അത് പ്രഗ്നൻസിക്ക് അവർ തയ്യാറെടുക്കുന്നതിന് മുന്നേ വരുമ്പോൾ പ്രധാനമായും പങ്കുവയ്ക്കുന്ന ആശങ്കകൾ എന്താണ്? ആസ് എ ഗൈനക്കോളജിസ്റ്റ് അതൊരു ശരിയായ കാലമാണോ എന്ന് ചോദിച്ചാൽ മാമിൻ്റെ മറുപടി എന്തായിരിക്കും? ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു എക്സാമ്പിൾ പറയാം. അത് ഷി വാസ് നോട്ട് എ മലയാളി, ഷി വാസ് എ നോർത്ത് ഇന്ത്യൻ. ഐ തിങ്ക് ഒരു പഞ്ചാബി ആയിരുന്നു എന്ന് തോന്നുന്നു. വർക്കിംഗ് ഇൻ ഏജസ് ഓഫീസ്. ഹർ ഹസ്ബൻഡ് ഇസ് ഫോറിൻ സർവീസിൽ. ഷീ ഈസ് 30. അപ്പോൾ ഷീ കെയിം വിത്ത് എ മദർ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഷീ ഈസ് വെരി ആങ്ഷ്യസ്. ഇവൾ പ്രഗ്നൻ്റ് ആവുന്നില്ല, ഫാമിലിയെ പറ്റി ആലോചിക്കുന്നില്ല, ദേ നോട്ട് തിങ്കിങ് അബൌട്ട് ദ ഫാമിലി, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാട്ട് ഷി ടോൾ മീ വാസ്, ഞാൻ എൻ്റെ കരിയറിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ പ്രഗ്നൻ്റ് ആകുമ്പോൾ എനിക്ക് അതിൻ്റെ പ്രോബ്ലംസ് കാണും, കുറേ സമയം പോവും, അത് കഴിഞ്ഞിട്ട് ഞാൻ ഡെലിവറി ചെയ്യും, 6 മാസം പോവും. എൻ്റെ ഏതാണ്ട് ഒരു 2 വർഷം പോവും. ആ സമയം കൊണ്ട് വാട്ട് ഷി ആസ്ക്ഡ് മീ വാസ്, എൻ്റെ ഹസ്ബൻഡ് ഏത് നിലയിലെത്തും, പുള്ളിക്ക് എന്തെങ്കിലും ഒരു ബ്രേക്ക് ഉണ്ടോ? ഇല്ല. ഞാൻ 2 വർഷം ബ്രേക്ക് ചെയ്ത് ഞാൻ എൻ്റെ കരിയർ സാക്രിഫൈസ് ചെയ്യല്ലേ. ഷീ ഈസ് വെരി വെൽ എഡ്യൂക്കേറ്റഡ്. നോക്കുമ്പോൾ വാട്ട് ഷി സെഡ് വാസ് റൈറ്റ്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് വാട്ട് യു സി, ഇങ്ങനെ ഒരു ഉണ്ട്, യു ആർ 30s ആകുമ്പോൾ യുവർ കരിയർ ഇസ് അറ്റ് യുവർ പീക്ക്. പീക്കല്ല, യു വോണ്ട് ടു ബിൽഡ് യുവർ കരിയർ. കരിയർ തുടങ്ങും ഒരു ലേറ്റ് 20s നമ്മൾ അല്ലെങ്കിൽ മിഡ് 20s തുടങ്ങും, ഒരു മിഡിൽ ലെവലിലെത്തും കരിയറിൻ്റെ. നമുക്ക് പീക്കിലെത്താൻ അവിടെയാണ് ഏറ്റവും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത് എന്താ പറ്റുന്നത്, നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ടിക്ക് ചെയ്ത് നമ്മുടെ ആ ഒരു യു ആർ ലൂസിങ് ഓൺ യുവർ ബയോളജിക്കൽ ക്ലോക്ക്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ, ലേഡീസ് അല്ലെങ്കിൽ ഫീമെയിൽസ് ആർ ബോൺ വിത്ത് എ സ്പെസിഫിക് നമ്പർ ഓഫ് എഗ്സ്. അതായത് ഞാനോ വിദ്യ ആര് ജനിച്ചാലും എൻ്റെ ഓവറീസിൽ ഞാൻ പെണ്ണായി ജനിക്കുമ്പോൾ, ശരിക്കും ജനിക്കുമ്പോൾ മാത്രമല്ല, ഞാൻ ഇൻട്രായൂട്രൈൻ ആയിരിക്കുമ്പോൾ തന്നെ എനിക്ക് എത്ര എഗ്സ് വേണമെന്ന് ഇറ്റ് ഇസ് പ്രീ ഡെസ്റ്റിൻഡ്. അതായത് അറൗണ്ട് 3 to 4 million എഗ്സ് എൻ്റെ ഓവറീസിൽ ഞാൻ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ ഉണ്ടാവും. ആ എഗ്സാണ് ഞാൻ പുറത്ത് വന്ന് പിന്നെ ഞാൻ മെനാർക്കി എത്തിക്കഴിയുമ്പോഴത്തേക്കും ബിക്കോസ് ആ ഓവുലേഷൻ നടക്കുന്നില്ലല്ലോ, ആ സമയം കൊണ്ട് കുറേ എഗ്സ് അട്രറ്റിക് ആയിപ്പോൾ, അതായത് അത് അട്രോഫീഡ് ആയിപ്പോൾ അതങ്ങ് ദ്രവിച്ചു പോകുമെന്ന് പറഞ്ഞാൽ മതി. മെനാർക്കി എത്തിക്കഴിയുമ്പോൾ അറൗണ്ട് 40,000 to 50,000 എഗ്സ് എൻ്റെ ഓവറീസിലോ ഏതൊരു പെൺകുട്ടിയുടെ ഓവറീസിലോ കാണുള്ളൂ. അത് തന്നെയും ഓരോ മാസം കുറേയൊക്കെ അങ്ങ് നശിച്ചു പോകും. അതിൽ നിന്നും നമ്മുടെ ലൈഫ് സ്പാനിൽ ഒരു 400 to 500 എഗ്സ് മാത്രമേ ഓവുലേറ്റ് ചെയ്യുന്നുള്ളൂ. അതിൽ നിന്നും ഒരു എഗ്ഗ് പോലും എനിക്ക് കൂട്ടാൻ പറ്റത്തില്ല. അതായത് ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ എനിക്ക് എത്ര എഗ്സ് വേണം എന്ന് ഓൾറെഡി ഡിസൈഡഡ് ആണ്. അതിൽ ഒരെണ്ണം കൂട്ടാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അവിടെയാണ് നമുക്ക് സ്ത്രീകൾക്കൊരു
ലൈക്ക് നമ്മൾ വിചാരിക്കുന്ന എന്താ, ഞാൻ എഗ്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 30 വയസ്സാകുമ്പോൾ ശരീരം പുതിയ എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ അല്ല, നമുക്ക് ഇത്ര എഗ്സ് ഉണ്ട്, അതിൽ കൂട്ടാൻ പറ്റില്ല, ഒരു മരുന്നും ഇല്ല. ബട്ട് മെയിലിന് എങ്ങനെയാണ്, ദേ ആർ പ്രൊഡ്യൂസിങ് സ്പേംസ് ലൈഫ് ലോങ്. ഒരു 12 വീക്സ് കൊണ്ട് ഒരു സ്പേം ഉണ്ടാവും. സ്പേമിൻ്റെ മെച്യൂരിറ്റിക്ക് 12 വീക്സ് മതി. ആ ടൈം കൊണ്ട് ഒരു സ്പേം ഉണ്ട്. അങ്ങനെയാണ് അവർ പോകുന്നത്. അതുകൊണ്ട് ദേ ആർ അറ്റ് എ ഡ്രോബാക്ക് ഫീമെയിൽസ്. അപ്പോൾ വാട്ട് ക്യാൻ ദേ ഡു, അതിന് ഒരുപാട് പേര് വരുമല്ലോ, വാട്ട് ക്യാൻ ഐ ഡു അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് യു ക്യാൻ ഹാവ് മെനി പല പല മെത്തേഡ്സ് ഉണ്ട് ടു പ്രിസേർവ് യുവർ എഗ്സ്. അത് പല രീതിയുണ്ട്. ഇഫ് യു ആർ അൺമാരിഡ് യു ക്യാൻ ഐദർ പ്രിസേർവ് യുവർ എഗ്സ്, oocyte എന്ന് നമ്മൾ പറയും, അതായത് യു ക്യാൻ പ്രിസേർവ് യുവർ oocyte. അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞു നമുക്ക് എംബ്രിയോ ഫ്രീസ് ചെയ്യാം. അതായത് IVF കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ എത്രയോ പേര് ചെയ്യണം. IVF ചെയ്യുമ്പോൾ ചിലപ്പം 4 or 5 നല്ല എംബ്രിയോ കിട്ടും, കുറേ എംബ്രിയോസ് കിട്ടാൻ വേണമെങ്കിൽ, ഇഫ് യു ആർ ലക്കി. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് എംബ്രിയോസിനെ തിരിച്ച് വെക്കില്ല, മാക്സിമം 3 വെക്കുള്ളൂ. ബാക്കിയുള്ള എംബ്രിയോസ് ഇവരെന്ത് ചെയ്യും, ഇവർ ഫ്രീസ് ചെയ്ത് വെക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അവർക്കത്, അതിനൊക്കെ ഓഫ്കോഴ്സ് ദർ ആർ ലോസ് ഹൂ ക്യാൻ യൂസ് ഇറ്റ്, ഹൗ ക്യാൻ ഇറ്റ് ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല മെത്തേഡ്, ഇഫ് യു ആർ റിയലി അബൌട്ട് ഇറ്റ്, either you can freeze your oocyte or egg or freeze your embryo. പിന്നെ ഈ ഫ്രീസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവർക്ക് മാത്രമല്ല, വേറെ പല ആൾക്കാർക്കും ഇത് വേണ്ടി വരും. ലൈക്ക് ഇഫ് യു ആർ ഗോയിങ് ഫോർ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി ഒക്കെ ഉണ്ടെങ്കിൽ യു മേ നീഡ് ടു ഫ്രീസ് യുവർ എഗ്സ്. അപ്പം ദാറ്റ്സ് എ പ്രോബ്ലം. പെൺകുട്ടികൾ അല്ലെങ്കിൽ ലേഡീസ് ഓർ ഫീമെയിൽസ് വാട്ട് ദേ ആർ ഫേസിങ് ഇസ് ദിസ്, ദേ ഹാവ് ടു വർക്ക് അഗെയിൻസ്റ്റ് ദിയർ ബയോളജിക്കൽ ക്ലോക്ക്. കാരിയറിൽ മുകളിലോട്ട് പോകുമ്പോൾ അവരുടെ ക്ലോക്ക് താഴോട്ട് വരും. അവർക്കൊരു ഇതാണ്, അങ്ങനെയാണ് ഒരു ഇറ്റ്സ് എ ഡയലമ ഫോർ ദം. മാം ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മൾ എഗ്ഗിൻ്റെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞു, ഈ ക്വാളിറ്റി ഓഫ് എഗ്സിനെ പ്രായം കൂടുന്തോറും ബാധിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരാൾ എഗ് ഫ്രീസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ പറ്റുന്ന ഒരു ഏജ് ഏതായിരിക്കും, ഒരു ഐഡിയൽ ഏജ് ഏതായിരിക്കും? ക്വാളിറ്റി കുറയും, ബിക്കോസ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ഉണ്ടല്ലോ. നമുക്ക് ഈ സ്ട്രെസ്സ് കൂടുമ്പം ഓക്സിജൻ കുറയും. അതാണ് ഇപ്പോൾ നമ്മളെല്ലാം കേൾക്കുന്നുണ്ട്, ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ്. ഇറ്റ് ഹാപ്പൻസ്, ഇറ്റ് ഇഫക്ട്സ് യുവർ മൈറ്റോകോൺട്രിയ. അത് ക്വാളിറ്റി ഓഫ് ദ എഗ്ഗിനെ എഫക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് ബെസ്റ്റ് വുഡ് ബി mid-30s. അതിനപ്പുറം പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇഫ് യു ആർ റിയലി തിങ്കിങ് അബൌട്ട് ഫ്രീസിങ് യുവർ എഗ്സ്, യു ബെറ്റർ ഡു ഇറ്റ് അറ്റ് യുവർ mid-30s. 30s എഗ് എടുത്ത് ഫ്രീസ് ചെയ്താൽ അപ് ടു 40s. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സ്ത്രീകൾ 40s വന്ന് ചോദിക്കും. മിക്കവാറും നമ്മുടെ നാട്ടിൽ 40s വരുന്നത് കുറവല്ല, സെക്കൻഡ് ഗ്രാവിഡാസ്, സെക്കൻഡ് ബേബി. I had 2 patients who are 30, one is 39, other was 38. First baby 3 or 4 years, late marriage, they wanted a second baby. I was lucky, I treated them, I did give medicines for induction of ovulation. അതായത് അവർക്കെന്ന് വെച്ചാൽ ചിലപ്പോൾ പോളിസിസ്റ്റിക് ഓവറി പല ഇതിലും അവർക്ക് ഓവുലേഷൻ നടക്കത്തില്ല. അവർക്ക് ചെറിയൊരു സ്റ്റിമുലേഷൻ കൊടുക്കണം. അതിനുള്ള എഗ്സ് കൊടുത്തു. They were lucky, I was also lucky, both of them conceived. And they delivered at the age of 40. So നമ്മുടെ ഇവിടെ ഇപ്പോൾ കേരളത്തിലൊക്കെ കൂടുതലും സെക്കൻഡ് പ്രഗ്നൻസിയാണ് വരുന്നത്. പക്ഷേ ഫസ്റ്റ് പ്രഗ്നൻസി 40s. ഇഫ് യു ഗോ ടു IVF സെൻറ്റേഴ്സിലൊക്കെ ഒരുപാടുണ്ട് 40s ഫസ്റ്റ് പ്രഗ്നൻസി. അതുകൊണ്ട് ഏജ് ഇസ് നോട്ട് എ ബാർ. So you can become pregnant. If you are willing to look after your baby, you can become pregnant in your 40s. മാം ഇതുപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു 24-25 ഇയേഴ്സിൽ ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞു, അതായത് ഐഡിയൽ ഏജിലാണ് കഴിഞ്ഞത്, mid-20s ഓർ ലേറ്റ് 20s. അത് കഴിഞ്ഞ് ഒരു 10 വർഷമൊക്കെ ആയപ്പോഴാണ് തോന്നുന്നത് ഒരു സെക്കൻഡ് ബേബി കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ചിലപ്പോൾ അവർക്ക് ഒരു പ്ലാനേ ആദ്യം ഉണ്ടാവുള്ളൂ, പിന്നെ തോന്നുകയാണ്. അങ്ങനെ ഒരു 10 വർഷത്തിനൊക്കെ ശേഷം ഒരു ലേറ്റ് 30s സെക്കൻഡ് പ്രഗ്നൻസിക്ക് വന്നാൽ അത് സേഫ് ആണെന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? സേഫാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ പ്രോബ്ലം മിക്കപ്പോഴും ഈ പേഷ്യൻസിന് പേടിയാണ്. അയ്യോ മാഡം, ഞങ്ങൾക്ക് 35-36 വയസ്സായില്ലേ, ഇനിയൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്? ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ പ്രീ പ്രഗ്നൻസി നന്നായിട്ട് കൗൺസിലിംഗ് എടുക്കുക, ഞാൻ പറയുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ എന്ന് നോക്കുക, BP ഉണ്ടോ എന്ന് നോക്കുക. അത് നിങ്ങളുടെ ബോഡി വെയ്റ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് യുവർ ബോഡി വെയ്റ്റ്. അതൊരു ഐഡിയൽ വെയ്റ്റ് ആക്കുക, ഒബീസ് ആവാതിരിക്കുക. കാരണം ഒബീസ് ആകുമ്പോഴാണ് പ്രോബ്ലംസ്. അതുപോലെ നമ്മളൊരു ഐഡിയൽ സിറ്റുവേഷൻ ഒരു പരിധി വരെ ആയിട്ട് ഇഫ് യു ബിക്കം പ്രഗ്നൻറ്റ്, of course you may have problems, I'm not saying.
അത് 20s കാണുന്നുണ്ട്, 30s കാണുന്നുണ്ട്, 40s. It all depends on you. Like you want a baby that badly, you can become pregnant. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. That's what I feel. ഓക്കെ, ഒരു പെൺകുട്ടി പ്രഗ്നൻ്റായി മാമിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ ടെസ്റ്റുകളെക്കുറിച്ച് അല്ലെങ്കിൽ ആ സ്കാനിങ്ങുകളെ കുറിച്ചൊന്ന് പറയാമോ? ആദ്യം മാം ഏത് സ്കാനാണ് പറയുന്നത്? ഓക്കെ, പ്രഗ്നൻറ്റ് പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ ഒരു റെഗുലർ സൈക്കിൾസാണ്. റെഗുലർ എന്ന് പറയുമ്പോൾ ഒരു 25 to 28 to 35 ഡേയ്സിലൊക്കെയാണ് സൈക്കിൾ വരുന്നതെങ്കിൽ ആദ്യം ഓഫ് കോഴ്സ് അവരൊരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് കൺഫേം ആണോ എന്നുള്ളതൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് ഐഡിയലി നമ്മളൊരു ഏർലി ട്രൈമിസ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ട്രൈമിസ്റ്റർ സ്കാൻ എന്ന് പറയും. ദാറ്റ് വിൽ ബി അറൗണ്ട് 6 to 7 to 8 വീക്സിൽ ആദ്യത്തെ സ്കാൻ എടുക്കും. ഈ സ്കാൻ എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ യൂട്രസിനകത്താണോ പ്രഗ്നൻസി, യു ഷുഡ് ബി ഷുവർ വെദർ ഇറ്റ് ഇസ് ഇൻസൈഡ് ദ യൂട്രസ് ഓർ ഔട്ട്സൈഡ് ദ യൂട്രസ്. സോ വാട്ട് ഈസ് ഔട്ട്സൈഡ് ദ യൂട്രസ് ഇസ് കോൾഡ് എൻ എക്ടോപിക് പ്രഗ്നൻസി. ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയും നമ്മുടെ കോമൺ അതാണ്, ട്യൂബിൽ വരുന്ന പ്രഗ്നൻസിയാണ് ട്യൂബൽ പ്രഗ്നൻസി. അപ്പോൾ ഈ സ്കാനിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൈ വി ആർ ഡൂയിങ് ദി സ്കാൻ ഇസ് ടു മേക്ക് ഷുവർ ഇറ്റ് ഈസ് ദ പ്രഗ്നൻസി ഈസ് ഇൻസൈഡ് ദ യൂട്രസ്. യൂട്രസിനകത്താണോ എന്ന് നോക്കാം. പിന്നെ ചില ആൾക്കാരുണ്ടാവും ഡേറ്റ്സ് സൈക്കിൾ തെറ്റി വരുന്നവർ, അതായത് 45 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോഴൊക്കെ മെൻസസ് വരുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മളുടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ കൊണ്ട് അത് ശരിയാവില്ല. അപ്പോൾ ദിസ് ഈസ് ഓൾസോ നോൺ ആസ് എ ഡേറ്റിംഗ് സ്കാൻ. അതായത് ബേബിയുടെ സൈസ്, അതായത് അതിൻ്റെ തല തൊട്ട് അതിൻ്റെ ബട്ടക്സ് വരെയുള്ള സൈസ് മെഷർ ചെയ്തിട്ട് വി കോൾ ഇറ്റ് ഒരു CRL ലെങ്ത് എന്ന് പറയും. അത് വെച്ച് യു ക്യാൻ ഡേറ്റ് ഇറ്റ്. അതായത് ചിലപ്പോൾ നമ്മൾ മെൻസ്ട്രൽ കാലണ്ടറോ വെച്ച് നോക്കുമ്പോൾ അവർ ചിലപ്പോൾ 10 വീക്സ് ആയിരിക്കാം, 12 വീക്സ് ആയിരിക്കാം, ബിക്കോസ് അവർക്ക് ഇറഗുലർ മെൻസസ് ആയിരിക്കും. പക്ഷെ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 6 വീക്സ് ആണ്, 8 വീക്സ് ആണ്. അപ്പോൾ നമുക്ക് അവരുടെ ഡെലിവറി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അറ്റ് 6 to 8 വീക്സ്. അത് if it is not visible at 6 weeks, we may have to do a repeat one at 8 weeks. അതാണ് ആദ്യത്തെ സ്കാൻ. പിന്നെ നെക്സ്റ്റ് സ്കാൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് നോൺ ആസ് എ NT സ്കാൻ എന്ന് പറയും. ദറ്റ് ഈസ് അപ്പം നമ്മൾ ഓൾറെഡി ഡേറ്റ് ഫിക്സ് ചെയ്തു, ആ കുട്ടിക്ക് പ്രഗ്നൻസി എത്ര വീക്സ് ആയി. നമ്മളൊന്ന് 6 വീക്സ് അല്ലെങ്കിൽ 8 വീക്സ് എന്ന് പറയണം. ഓഫ്കോഴ്സ് 8 വീക്ക് ഏർലി ട്രൈമിസ്റ്റർ പിന്നെയും ഉണ്ട്. സ്കാനിൻ്റെ റീസൺ പേഷ്യന് എന്തെങ്കിലും ബ്ലീഡിങ് വന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അകത്ത് ബ്ലഡ് കളക്ഷൻ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും. പിന്നെ റെയർലി യൂട്രൈൻ അനോമലീസ് കാണാം. ചില അനോമലീസൊന്നും വലിയ പ്രശ്നമില്ല. യൂട്രസിൻ്റെ ഷേപ്പിനും സൈസിനും ഒക്കെ വ്യത്യാസമുള്ള അനോമലീസ് കാണാം. സെർവിക്സിൻ്റെ ലെങ്ത് നോക്കാം, വെരി ഷോർട്ട് സെർവിക്സ് ആണോ എന്നൊക്കെ നമുക്ക് ഇതിലൊരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ പ്രഗ്നൻസി എത്രയെന്ന് ഡേറ്റ് ചെയ്തു. അപ്പോൾ ഷീസ് 6 വീക്സ് അല്ലെങ്കിൽ 8 വീക്സ് ബൈ സ്കാനിങ്. അതാണ് നമ്മളിനിയും പ്രത്യേകിച്ചും ഇറഗുലർ സൈക്കിൾസ് ആണ്, 2-3 മാസം കൂടുമ്പോൾ പോകുന്ന സൈക്കിൾസ് ആണെങ്കിൽ നമുക്ക് പേഷ്യൻ്റ് ഡേറ്റിൽ 12 ആണെങ്കിൽ നമുക്ക് പറയാം യു ആർ 8 വീക്സ് നൗ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട 12 വീക്സ് സ്കാൻ. അത് ഒരു മാസം കഴിയുമ്പോൾ അടുത്ത സ്കാൻ എടുക്കും. അതിൽ മെയിൻലി വാട്ട് വി വോണ്ട് ടു ഡു ഇസ് വി വോണ്ട് ടു സ്പെസിഫിക് മെഷർമെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ചില ഹാർട്ട് കൂടെയുള്ള ബ്ലഡ് ഫ്ലോയുടെ ചില വേവ്സ്, പിന്നെ ചില നെക്കിലുള്ള തിക്നെസ്, NT തിക്നെസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് they are a marker for certain ബേബിയുടെ ബോഡിയൊക്കെ. അപ്പോൾ ബോഡി ജസ്റ്റ് ഫോം ചെയ്യും. യു ക്യാൻ സീ ദ ഹെഡ്, യു ക്യാൻ സീ ദ ബോഡി, യു ക്യാൻ സീ ദ ലിംബ് ബഡ്സ്. പക്ഷേ ഇത് ബേബിയുടെ എൻറ്റയർ നോക്കാനില്ല, അതായത് എൻറ്റയർ സിസ്റ്റം ഫോം ചെയ്തിട്ടുണ്ടാവില്ല. മെയിൻലി ദേ ഗിവ് യു മാർക്കേഴ്സ് ഫോർ സർട്ടൻ ക്രോമസോമൽ അനോമലീസ്. അതുണ്ടെങ്കിൽ നമുക്ക് ചില NT കൂടിയിരിക്കും, ഹാർട്ട് വേവ് ഹാർട്ടിൽ കൂടെ ഉള്ള അങ്ങനെയൊക്കെ നോക്കിയിട്ട് അതാണ് ദാറ്റ് ഈസ് ദ 12 സ്കാൻ. നെക്സ്റ്റ് സ്കാൻ അതിൽ അഫ്കോഴ്സ് ഞാൻ പറഞ്ഞ പോലെ യൂട്രസിൻ്റെ സൈസ് നോക്കും, സെർവിക്സ് വളരെ ഷോർട്ട് സെർവിക്സ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കണം. അങ്ങനെയാകുമ്പോൾ പ്രീടേം ഡെലിവറിക്ക് സാധ്യതയുണ്ടാവും. അങ്ങനെയൊക്കെ നമ്മൾ നോക്കും. അത് കഴിഞ്ഞിട്ട് അഫ്കോഴ്സ് അപ് ടു ഈ സ്കാനൊക്കെ യൂഷ്വലി ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ് തന്നെ ചെയ്യും. അത് കഴിഞ്ഞുള്ള മെയിൻ സ്കാനിങ് ആണ് 20 വീക്സിലെ അനോമലി സ്കാൻ. അതിൽ നമ്മൾ നോക്കുന്നത് അപ്പോഴത്തേക്കും ഏതാണ്ട് എല്ലാ ഓർഗൻസും ഫോം ചെയ്തു. ബ്രെയിന്, ദെൻ വി ഹാവ് ദ ഇൻറ്റസ്റ്റൈൻ കുറച്ചും കൂടി ആവും. മെയിൻലി ദ ലിംസ്, ഫിംഗേഴ്സ്, ഫേസ്, ദെൻ ദ ബ്രെയിൻ. പിന്നെ അതിനോടൊപ്പം ചില മാർക്കേഴ്സൊക്കെ ഉണ്ട്. ഇതാണ് വാട്ട് വി ദിസ് ഇസ് എ അനോമലി സ്കാൻ. 20 വീക്സിൽ ഏതാണ്ട് എല്ലാ ഓർഗൻസും ഫോം ചെയ്തിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ളത്
ദെൻ സ്കാൻ ഡിപ്പെൻസ് ഓൺ ദ ഗ്രോത്ത് ഓഫ് ദ ബേബി. നന്നായിട്ട് ഗ്രോ ചെയ്യുവാണെങ്കിൽ ഇടയ്ക്ക് സ്കാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നെക്സ്റ്റ് സ്കാൻ ഇസ് എ ഗ്രോത്ത് സ്കാൻ. ദാറ്റ് ഈസ് യൂഷ്വലി ഡൺ അറൗണ്ട് അറ്റ് 30 വീക്സിൽ. നമ്മൾ ബേബി ഗ്രോ ചെയ്യുന്നുണ്ടോ, അകത്തെ വെള്ളം നോർമലാണോ, പ്ലസൻറ്റയുടെ പൊസിഷൻ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലസൻ്റ എവിടെയാണ്, താഴെയുള്ള പ്ലസൻ്റയാണോ, അത് നമുക്ക് ഓഫ് കോഴ്സ് ഏർലി സ്കാനിലേ കാണാം പ്ലസൻ്റ താഴെയാണോ ഒക്കെ എന്നുള്ളത്. മിക്കവാറും താഴെയുള്ള പ്ലസൻ്റ 36 ഒക്കെ ആകുമ്പോഴത്തേക്കും അതങ്ങ് മുകളിലോട്ട് പോകും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലസൻ്റ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയും. ലോ ലൈങ് ആണോ, താഴ്ന്നു കിടക്കുന്ന പ്ലസൻ്റ ആണോ എന്നൊക്കെ സ്കാനിൽ അറിയാം. പിന്നെ ബ്ലഡ് ഫ്ലോയുടെ എങ്ങനെയാണ്, ബ്ലഡ് ഫ്ലോ നന്നായിട്ടുണ്ടോ, പിന്നെ ഗ്രോത്ത് എങ്ങനെയാണ്. ചിലപ്പോൾ വി ഹാവ് വാട്ട് ഇസ് നോൺ ആസ് ഗ്രോത്ത് റെസ്ട്രിക്റ്റഡ് ബേബി. അത് കുറച്ചൊരു റിസ്ക് കൂടുതൽ തന്നെയാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് ടൈം ചെയ്യണം അതിൻ്റെ ഡെലിവറി. അതായത് ബേബിയുടെ വെള്ളം കുറഞ്ഞിരിക്കും. ഗ്രോത്ത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ സ്കാനിൽ 1 വീക്കായിരിക്കും കുറയുന്നത്. പിന്നെ ബേബി അങ്ങോട്ട് ഗ്രോ ചെയ്യില്ല. 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെയും ഗ്രോ ഇല്ല. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കുറച്ചുകൂടെ ക്ലോസ് ഫോളോ അപ്പ് ചെയ്യണം. അതിന് ഡോപ്ലറൊക്കെ നോർമലാണെങ്കിൽ വലിയ റിസ്ക് ഇല്ല. പക്ഷേ അതിനോടൊപ്പം ഡോപ്ലറിന് ഞാൻ മീൻ ചെയ്യുന്ന അമ്പലിക്കസിൽ കൂടുതലുള്ള പൊക്കിൾ കൊടി കൂടുതലുള്ള ബ്ലഡ് ഫ്ലോയും ഒക്കെയാണ് ഞാൻ ഈ ഡോപ്ലർ ഫ്ലോ എന്ന് മീൻ ചെയ്യുന്നത്. അതൊക്കെ നോർമലാണെങ്കിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ഗ്രോത്ത് കുറഞ്ഞിരിക്കും. പിന്നെ ഡോക്ടറിലൊക്കെ ആണെങ്കിൽ നമ്മൾ വീക്കിലി ഒക്കെ തന്നെ ചിലപ്പോൾ സ്കാൻ ചെയ്യും. അങ്ങനെയുള്ള ബേബീസാണ് ചിലപ്പോൾ നമ്മൾ 32, 33, 34 വീക്സിലൊക്കെ ഡെലിവറി ചെയ്യേണ്ടി വരുന്നത്. അത് നമ്മൾ ക്ലോസ് ഫോളോ അപ്പ് ചെയ്ത് ആ ഐഡിയൽ സിറ്റുവേഷൻ ഏതാണോ ആ സമയത്ത് തന്നെ ബേബിയെ നോർമൽ ഡെലിവറി ചെയ്യാൻ പറ്റുന്നൊരു ലിമിറ്റ് വരെ എത്തുവാണെങ്കിൽ നോർമൽ ഡെലിവറി. അതർവൈസ് യു ക്യാൻ ഡു എ സിസേറിയൻ. അത് കഴിഞ്ഞ് 30 വീക്സ് എവറിത്തിങ് ഇസ് നോർമൽ. പിന്നെ ഒരു ടേം സ്കാൻ 36 വീക്സ് 37 വീക്സിൽ എല്ലാം നോർമലാണോ, വെള്ളം ലൈക്കർ നോർമലാണോ, ഡോപ്ലർ നോർമലാണോ, അങ്ങനെ പോയി 39-40 വീക്സ് ആകുമ്പോൾ either പേഷ്യൻറ്റിന് തനിയെ പെയിൻ വരും, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇൻഡ്യൂസ് പെയിൻ വരാനുള്ള മരുന്ന് തൊട്ട് ഡെലിവറി ചെയ്യും. ദറ്റ് ഈസ് എ നോർമൽ റുട്ടീൻ ഫോർ സ്കാനിങ് ഇൻ പ്രഗ്നൻസി. അപ്പം മെയിൻ മസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റിംഗ് സ്കാൻ, പിന്നെ NT സ്കാൻ, അനോമലി സ്കാൻ, ഗ്രോത്ത് സ്കാൻ. ഈ 4 സ്കാൻ ഇസ് എ മസ്റ്റ്. അത് കഴിഞ്ഞിട്ടുള്ള ഗ്രോത്ത് സ്കാൻ കഴിഞ്ഞിട്ട് പിന്നെ അതിന് മുന്നെയോ പിന്നെയോ ഒക്കെ നമുക്ക് ഡോക്ടറിന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ 4 സ്കാൻ ഇസ് എ മസ്റ്റ് ഫോർ ഓൾ പ്രഗ്നന്റ് വുമൺ. അതുപോലെ ഈ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബേബിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല, നമുക്കത് വേണ്ടാന്ന് വെക്കാൻ ഡോക്ടർ പറഞ്ഞു, അല്ലെങ്കിൽ അനോമലി സ്കാനിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, വേണ്ടാന്ന് വെക്കാൻ പറഞ്ഞു, അത് ഡെലിവറി ചെയ്താണ് ആ ബേബീനെ എടുത്തത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് മാം ഒരു ഫാമിലിയോട് ഈ കുഞ്ഞിനെ നമുക്ക് വേണ്ട എന്ന് വെക്കാമെന്ന് പറയുന്നത്? അതൊന്ന് പറയാമോ? അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ കപ്പിളിനോട് പറയാൻ ഭയങ്കര, അതെങ്ങനെ പറയും, ചിലപ്പോൾ ഞാൻ തന്നെ സ്കാൻ ചെയ്യാറുണ്ട് മിക്കവാറും. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ അവർ നമ്മുടെ മുഖത്ത് നോക്കുമ്പം പലപ്പോഴും നമ്മൾ പറയാതെ അവർക്ക് മനസ്സിലാകും കേട്ടോ, അയ്യോ ഡോക്ടറെ എന്തുവാണ്. അപ്പോൾ ഓഫ്കോഴ്സ് ഞാൻ ഏർലി പ്രഗ്നൻസിയാണ്, ചിലപ്പോൾ 6 വീക്സ് 8 വീക്സ് ഒക്കെ ആണെങ്കിൽ പിന്നെയും എന്നാലും അത് അവർക്കൊരു ബിക്കോസ് അവർക്കതൊരു മനസ്സിലൊരു ഇറ്റ്സ് എ ബിഗ് പെയിൻ ഇൻ ദ ഹാർട്ട്. അത് ആണെങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ അപൂർവമായിട്ട് 16-18 വീക്സിലൊക്കെ ആയിരിക്കും നമ്മൾ ഈ കാർഡിയക് അനോമലീസ് ഒക്കെ ഉണ്ട്, ഹാർട്ടിൻ്റെ അനോമലീസ്, ഇൻറ്റസ്റ്റൈൻ്റെ വലിയ ഇൻറ്റസ്റ്റൈൻ്റെ അനോമലീസ് മിക്കവാറും ലേറ്റായിട്ടേ അറിയത്തുള്ളൂ 20 വീക്സ് വരെ. ഹാർട്ടിൻ്റെത് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്കിൽ ഓഫ് ദ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ദ സ്കിൽ ഓഫ് ദ റേഡിയോളജിസ്റ്റ്. ബിക്കോസ് ഇന്നത്തെ കാലത്ത് ഫീറ്റൽ മെഡിസിൻ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. ഫീറ്റൽ മെഡിസിൻകാർ നമ്മൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ തയ്ക്കും ഫീറ്റൽ മെഡിസിൻ. അതായത് അവരിത് മാത്രം നോക്കുന്നവരാണ്. ഫീറ്റൽ മെഡിസിനിലോട്ട് എക്സ്പെർട്ടിനിട്ട് അയച്ചിട്ട് അപ്പം 20 വീക്സിലൊക്കെ ആരും പല കാർഡിയക് അനോമലീസ്, ഹാർട്ടിൻ്റെ അനോമലീസ്. അപ്പം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് ദ പേഷ്യൻറ്റ് ഹാസ് ടു ഗോ ത്രൂ എ റിയൽ പെയിൻഫുൾ പ്രോസസ് ഓഫ് ഡെലിവറിങ് ദറ്റ് ബേബി. ഓക്കെ, അപ്പോൾ ഈ കാർഡിയാക് അനോമലീസ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഇൻഡസ്റ്റൈൻ അനോമലീസ് വരുമ്പോഴാണ് പ്രധാനമായിട്ടും ഇത് രണ്ടുമാണ്. പിന്നെ ബാക്കിയുള്ള അനോമലീസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ നേരത്തെ അറിയാൻ പറ്റും, ലൈക്ക് സീരിയസ് അനോമലീസ്. പിന്നെ ചിലപ്പോൾ ഓഫ് കോഴ്സ് ഒരു ഫിംഗർ ഇല്ല, ഒരു ക്ലെഫ് ലിപ്പ്, അതൊക്കെ ഇറ്റ് അല്ലെങ്കിൽ കാലിൻ്റെ കുറച്ച് തിരിഞ്ഞിരിക്കുന്നു, അതൊന്നും ഒരു പ്രഗ്നൻസി വെക്കാനുള്ള ഒരു ഇൻഡിക്കേഷൻ അല്ല. ഓഫ് കോഴ്സ് അവർക്ക് മനസ്സിനൊരു ഇതാണ്, പക്ഷെ അതിനെല്ലാം പരിഹാരമുള്ളതാണ്. യു കൻ ട്രീറ്റ് ഇറ്റ്. പിന്നെ ചില റീനൽ അനോമലീസ് ഉണ്ട്, ദേ ആർ സെക്സ് ലിങ്ക്ഡ്. ഓക്കെ,
അത് ചില പോളിസിസ്റ്റിക് കിഡ്നീസ് അങ്ങനെയുള്ളതൊക്കെ ഇറ്റ് ഇസ് ക്വയറ്റ് അതൊക്കെ ഒരു പരിധിവരെ നേരത്തെ അറിയാം. മെയിൻലി കാർഡിയക് അനോമലീസും ഇൻറ്റസ്റ്റൈനൽ അനോമലീസുമാണ് കുറച്ച് ലേറ്റായിട്ട് അറിയുന്നത്. കാരണം അതെല്ലാം ഫോം ചെയ്യുന്നത് ലേറ്റായിട്ടാണ്. ഓരോന്നും ഓരോ സമയത്താണല്ലോ ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് ഫോം ചെയ്യുന്ന ലേറ്റായിട്ടാകുമ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ പേഷ്യൻറ്റിന് നമ്മൾ പെയിൻ വരാൻ അത് ഇറ്റ്സ് വെരി പെയിൻഫുൾ ഫോർ അസ് ബിക്കോസ് they are feeling the pain. See, they are feeling the pain and they have to deliver the baby. അപ്പോൾ you feel everyone around feels very bad. ഞാൻ അവിടെ നിൽക്കുന്ന സിസ്റ്റർമാർ, the family, and we try to relieve their pain as much as possible. അങ്ങനെയാണ് ഡോക്ടർ. അതുപോലെ തന്നെ സംശയമുള്ളൊരു കാര്യമാണ്, നമ്മൾ എന്തൊക്കെ കഴിക്കാം ആദ്യ സമയം മുതൽ അവസാനം വരെ? ഇനി സ്പെഷ്യലായി എന്തെങ്കിലും കഴിക്കണോ? എത്ര വെയിറ്റ് ഞാൻ വെക്കണം? എന്തൊക്കെയാണ് ഞാൻ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തേണ്ടത്? ഞാൻ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ വരും. ഭക്ഷണത്തെ സംബന്ധിച്ച് മാം എന്താണ് പറയുന്നത്? ഇപ്പോഴത്രയില്ല, എന്നാലും പണ്ട് കാലത്ത് പറയുകയാണെങ്കിൽ 2 പേർക്കുള്ളത് അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ആവശ്യമില്ല, 2 പേർക്കുള്ളത് കഴിക്കണ്ട. ഞാൻ കൊടുക്കുന്ന അഡ്വൈസ്, നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കഴിക്കുക. നത്തിങ് സ്പെഷ്യൽ. പ്രത്യേകിച്ചും പുതിയതായിട്ട് ഒന്നും ട്രൈ ചെയ്യരുത്, പരീക്ഷിക്കരുത്. ബിക്കോസ് നമുക്കത് പിടിച്ചെന്നിരിക്കത്തില്ല. സോ ഓൾവേസ് ട്രൈ ടു ഈറ്റ് ഹോം മെയ്ഡ് ഫുഡ് ഓൺലി. ട്രൈ ടു അവോയ്ഡ് ഈറ്റിംഗ് ഫ്രം ഔട്ട് സൈഡ് ബിക്കോസ് വിൽ ഗെറ്റ് ഫുഡ് പോയ്സണിങ്. അത് അഥവാ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരികയാണെങ്കിൽ നല്ല ചൂടുള്ള കഴിക്കണം. അഫ്കോഴ്സ് വൺസ് ഇൻ എ വൈൽ നമുക്ക് അത് കഴിക്കണം എന്ന് തോന്നുന്നു, ദാറ്റ് ഇസ് ഡിഫറെൻറ്റ്. റെഗുലർലി പുറത്തുനിന്ന് കഴിക്കാതിരിക്കുക എന്നല്ല, വീട്ടിലുള്ള കഴിക്കുക. ഞാൻ പറയുന്ന പോലെ അതൊരു ബാലൻസ്ഡ് ഡയറ്റായിരിക്കണം. വെജിറ്റേറിയൻസിനോ നോൺ വെജിറ്റേറിയൻസിനോ ആണെങ്കിലും ബാലൻസ്ഡ് ഡയറ്റായിരിക്കണം. കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞിരിക്കണം. അതായത് ഒരുപാട് ചോറ്, അവൾ ഒരു ദോശയെ തിന്നുന്നുള്ളൂ, മതി, ഒരു ദോശ മതി. പക്ഷെ അതിനുള്ള സാമ്പാർ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ഇഡ്ഡലി ഒരു അപ്പം അതിനുള്ള സാമ്പാറോ മുട്ടക്കറിയോ കഴിച്ചാൽ മതി. ചോറ് ഒരു തവി ചോറ് മതി, അതിനുള്ള മീനും ചിക്കനും, അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആണെങ്കിൽ പയറോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ മതി. അപ്പോൾ ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്, ടേക്ക് ഹോം മെയ്ഡ് ഫുഡ്, കാർബോഹൈഡ്രേറ്റ് മിനിമം, നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡ്, പ്രോട്ടീൻസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക, ഫാറ്റ് ആവശ്യത്തിന്. പിന്നെ മെയിൻലി എല്ലാവരും പ്രത്യേകിച്ചും ചൂട് കാലമാകുമ്പോൾ, എൻ്റെ ഒരു പേഷ്യൻ്റ് ആയിരുന്നു, ഷുഗർ പെട്ടെന്ന് കൂടി. ഇറ്റ് വാസ് ഏപ്രിൽ മെയ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തോ കഴിച്ചു. അവസാനം ചോദിച്ചപ്പോൾ എന്താ ദിവസവും വാട്ടർമെലൻ കഴിക്കും. വാട്ടർമെലൻ നല്ല മധുരമുള്ളതാണ്. വാട്ടർമെലൻ കഴിക്കും, അത് ജ്യൂസാക്കി കുറച്ച് പഞ്ചസാര ഇട്ട് കഴിച്ചാൽ നിങ്ങളുടെ ഷുഗർ കൂടും, യു വിൽ ബിക്കം എ ഡയബറ്റിക്. അപ്പോൾ അതുകൊണ്ട് ജ്യൂസ് കുടിക്കാതിരിക്കുക. ബിക്കോസ് ജ്യൂസ് ഇസ് ഓൺലി ഫോർ ബേബീസ്. പല്ലുള്ളവർ ജ്യൂസ് കുടിക്കണ്ട, പഴം കഴിക്കുക. ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച് കഴിക്കുക, കാരണം നിങ്ങൾക്ക് ഫൈബർ കിട്ടുന്നുണ്ട്. പ്രഗ്നൻസിയിലെ കോൺസ്റ്റിപ്പേഷൻ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അതുകൊണ്ട് ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, ജ്യൂസ് കംപ്ലീറ്റ് നിർത്തുക. അപ്പം ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ മധുരം കുറഞ്ഞ ഫ്രൂട്ട്സ്. ഏത്തപ്പഴം ഞാൻ കഴിക്കണ്ടെന്ന് പറയുന്ന എന്ത് കഴിക്കാമെന്ന് എന്നോട് ചോദിക്കാൻ പറയും, ഞാൻ കഴിക്കണ്ടാത്തതാണ് പറയുന്നത്. ഏത്തപ്പഴം ബിക്കോസ് ഭയങ്കര മധുരമാണ്. മാങ്ങ, ഇത് രണ്ടും, ഏത്തപ്പഴവും മാങ്ങയും കഴിക്കരുത്, നിങ്ങളുടെ ഷുഗർ കൂടും. കഴിക്കാവുന്ന ഓഫ്കോഴ്സ് പേരയ്ക്ക, അധികം പഴുക്കാത്ത പഴം, ഇപ്പോൾ ഒരുപാടെണ്ണം ഉണ്ടല്ലോ, കിവി, പുളിയപ്പുള്ള കുറേ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളതൊക്കെ കഴിക്കുക. അതാണ് മെയിൻ തിങ്. പിന്നെ ഇതൊക്കെ പറഞ്ഞാലും ആദ്യത്തെ 3 മാസം ഉണ്ടല്ലോ, നമ്മൾ മെയിനിൽ എന്താ മനസ്സിലാക്കേണ്ടതാണ്, ഇവർ ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കുന്നത്. ഇത് കഴിക്കുക, അത് കഴിക്കുക, ഇത് കഴിക്കുക, ബദാം കഴിക്കുക, അണ്ടിപ്പരിപ്പ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡേറ്റ്സ് കഴിക്കുക, ഇതൊക്കെ ഐ മീൻ ഇഫ് യു ആർ, നമുക്ക് അത് കഴിക്കണം എന്ന് വല്ല ആഗ്രഹം വല്ലതും തോന്നിയാൽ കഴിക്കുക എന്നല്ല, ദർ ഇസ് നോ നീഡ്. അപ്പോൾ ഞാൻ പറയും അങ്ങനെയൊന്നും കഴിക്കേണ്ട ആവശ്യമല്ല, വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ കഴിക്കുക. പിന്നെ ആദ്യത്തെ 3 മാസം ശരിക്കും പറഞ്ഞാൽ അവരിഷ്ടമുള്ള കഴിക്കാൻ, ബിക്കോസ് അവർക്ക് വോമിറ്റിംഗ് കൊണ്ടപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് യു നീഡ് എനർജി അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ 3 മാസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴിക്കുക, ഓഫ് കോഴ്സ് ഹോം മെയ്ഡ്. പിന്നെ കാരണം ആദ്യത്തെ 3 മാസം കുഞ്ഞിന് വെയിറ്റ് വെക്കുന്നില്ലല്ലോ, കുഞ്ഞിന് ഓർഗൻസ് ഫോം ചെയ്യുന്നതേ ഉള്ളൂ. അത് അപ്പം ദേ വിൽ ബി ലൂസിങ് വെയ്റ്റ്. ആദ്യത്തെ 3 മാസം വോമിറ്റിംഗ് കൊണ്ട് ദേ വിൽ ബി ലൂസിങ് വെയ്റ്റ്. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ്. യു ടേക്ക് വാട്ട് യു ഫീൽ ലൈക്ക് ടേക്കിങ്. എന്ത് വേണമെങ്കിലും, ഞാൻ പറയും, നിങ്ങൾ പെപ്സിയോ കൊക്കക്കോളോ എന്ത് വേണമെങ്കിലും കുടിച്ചോ, നിങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ പറ്റണം നിങ്ങൾക്ക്. അതാണ് മെയിൻ തിങ്.
പിന്നെ വരുന്നതാണ് ഈ 7 മന്ത് ആകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഈ പ്രഗ്നൻസിയിലെ എല്ലാ പ്രോബ്ലംസും പൊങ്ങി വരുന്നത്. 28, 29, 30 വീക്സിലാണ് നമ്മുടെ ഷുഗർ വാല്യൂസ് കൂടും. അപ്പം നമ്മൾ നന്നായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യണം. ഓഫ് കോഴ്സ് പിന്നെ BP കാര്യങ്ങളൊക്കെ അത് പക്ഷെ നമ്മൾ ഉപ്പ് കഴിച്ചാലും ഇല്ലെങ്കിലും കൂടാനുള്ള BP കൂടും. പക്ഷേ മെയിൻലി ഡയബറ്റിസ് പ്രഗ്നൻസി നമുക്ക് ഡയറ്റ് കൊണ്ട് കൺട്രോൾ ചെയ്യാം. BP പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഉപ്പ് കുറച്ചാലും കുറച്ചില്ലെങ്കിലും പ്രഗ്നൻസിയിൽ വരുന്ന BP കൂടുക തന്നെ ചെയ്യും. ബട്ട് ഷുഗർ യു ക്യാൻ കൺട്രോൾ. അത് ആ സമയത്താണ് നമ്മൾ ആ കുട്ടിക്ക് ഏറ്റവും അധികം മധുരവും കൊടുക്കുന്നത്. 7 മന്തിലെ നമ്മുടെ ഫങ്ഷൻസിനാണ് ഏറ്റവും കൂടുതൽ മധുരം അവർ കഴിക്കുന്നതും ഷുഗർ വാല്യൂസ് കൂടുന്നതും. സോ അത് നോക്കണം. ഞാൻ എൻ്റെ പ്രഗ്നൻസി എന്ന് ഓർത്തെടുക്കുമ്പോൾ എനിക്കൊരു 5 months ഒക്കെ ആയപ്പോൾ ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ ആ സമയമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. വളരെ ടെൻഷനിലായിരുന്നു. ഡോക്ടറെ അടുത്തേക്ക് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്ലാസൻ്റ താഴ്ന്നിട്ടാണ്, അപ്പോൾ കംപ്ലീറ്റ് റെസ്റ്റ് വേണം. ആ സമയത്തൊക്കെ ഞാൻ ഓഫീസിൽ നന്നായി പണിയെടുക്കുന്നുണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറുന്നു, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു കുറ്റബോധമായി. അയ്യോ, ഞാൻ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിട്ടായിരിക്കുമോ, ഞാൻ സ്ഥിരമായി സ്റ്റെപ്പ് കയറിയിട്ടായിരിക്കുമോ, ഇതെൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കുമോ, അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായി. അപ്പോൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എത്രത്തോളം റെസ്ട്രിക്റ്റഡ് ആണ്? നമുക്ക് അങ്ങനെ നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ടോ? പ്രത്യേക ശ്രദ്ധ എന്തിൽ വേണം? നിയന്ത്രണങ്ങൾ എല്ലാത്തിനും ഒന്നും ആവശ്യമില്ല. ബട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇഫ് യുവർ സെർവിക്സ് ഇസ് വെരി സ്മോൾ, ലെങ്ത് ഓഫ് ദ സെർവിക്സ് ഇസ് വെരി കുറഞ്ഞ ലെങ്താണ്, അല്ലെങ്കിൽ യുവർ സെർവൈക്കൽ ഇൻകോമ്പീറ്റൻസ് എന്ന് പറയും. അതായത് നമ്മുടെ യൂട്രസിൻ്റെ എപ്പോഴും അതിനകത്തൊരു അതിൻ്റെ ഒരു സെർവിക്സ് എന്ന് പറയില്ല, അതിൻ്റെ ഒരു ഓസ് എന്ന് പറയുന്നത് എപ്പോഴും നല്ല ടൈറ്റായിട്ട് തന്നെ അടഞ്ഞിരിക്കും. പക്ഷെ ചില ആൾക്കാർക്ക് ഒരു ഇൻകംപീറ്റൻ്റ് ഓസ് എന്ന് പറഞ്ഞൊരു, അതായത് ഓസ് നല്ല ടൈറ്റ് അല്ല, ഓസ് തുറന്നിരിക്കും. അപ്പോൾ അതൊരു സെർവിക്സ് ഇത്രയും നീളമുള്ളൊരു സാധനം, അതിനൊരു കനാല് പോലുണ്ട്, കനാലും തുറക്കും. അപ്പം ഇങ്ങനെ ഇൻകോമ്പീറ്റൻ്റ് ഓസ് ഉള്ളവർ ഇറ്റ്സ് ബെറ്റർ ദേ ഡോണ്ട് ഡു സ്ട്രെനുവസ് വർക്ക്. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഈ സ്റ്റിച്ചൊക്കെ ഇടുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഒരുപാട് വർക്കൊക്കെ ചെയ്താൽ ചിലപ്പോൾ സാധ്യത ഉണ്ട്. അല്ലാതെ ഏർലി പ്രഗ്നൻസിയിൽ ഈ ബ്ലീഡിങ് വരുന്നതൊന്നും നമ്മൾ ഭയങ്കര വർക്ക് ലോഡ് കൊണ്ടൊന്നല്ല. പിന്നെ ലോ ലൈങ് പ്ലാസൻ്റ, ചിലപ്പോൾ പ്ലാസൻ്റ കംപ്ലീറ്റ്ലി കവറിങ് ദ ഓസൊക്കെ വരും. അങ്ങനെയുള്ളതൊക്കെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറയും ഞാൻ. പക്ഷെ നമ്മൾ റെസ്റ്റ് എടുക്കാത്തത് കൊണ്ടല്ല അത് വരുന്നത്. നോർമൽ പൊസിഷൻ ഇസ് യൂട്രസിൻ്റെ മുകളിലാണ്. പക്ഷേ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് അത് താഴെ വരുന്നത്. അതിൻ്റെ വൺ റീസൺ ഇസ് പ്രീവിയസ് സിസേറിയൻ ഉണ്ടെങ്കിൽ ആ സിസേറിയൻ സ്കാറിൽ വന്ന് പറ്റിപ്പിടിക്കും. അവിടെ എന്തെങ്കിലും യൂട്രസിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസമുള്ള ഏരിയ ഉണ്ടെങ്കിൽ, പ്രീവിയസ് യൂട്രൈൻ സർജറീസ്, അകത്ത് എന്തെങ്കിലും മാനിപ്പുലേഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ വന്ന് സാധ്യതയുണ്ട്. സ്പെഷ്യലി പ്രീവിയസ് സിസേറിയൻ ഉണ്ടെങ്കിൽ അത് അവിടെ വന്ന് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ടോ, അത് എല്ലാവരും ചോദിക്കും. ഈ അബോർഷൻ വരുമ്പോഴും ബ്ലീഡിങ് വരുമ്പോൾ ഡോക്ടറെ അത് ഭയങ്കര കുറ്റബോധമാണ്. ഞാൻ അത് ചെയ്യാഞ്ഞിട്ടാണോ, റെസ്റ്റ് എടുക്കാഞ്ഞിട്ടാണോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയുന്നത് പോലെ നിങ്ങളുടെ യൂട്രസ് ഡബേന്ന് അങ്ങ് തുറന്ന് ബേബി വരുമൊന്നുമില്ല. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓൺലി തിങ് ഇസ് ഇഫ് യു ഹാവ് വെരി ഈ സെർവൈക്കൽ ഇൻകോമ്പറ്റൻസ് കേട്ടിട്ടുണ്ടാകും, റിപ്പീറ്റഡ് അബോർഷൻസ്, ഇങ്ങനെ നോട്ട് ഈ ഏർലി അബോർഷൻസ് അല്ല, 3 മാസം 4 മാസം 5 മാസം ആകുമ്പം വരുന്നതെല്ലാം സെർവിക്സിൻ്റെ ഇത് സ്ട്രെങ്ത് കുറവുകൊണ്ടാണ്, ഓസ് അങ്ങ് വേഗം തുറക്കുന്നത് കൊണ്ടാണ്. ദാറ്റ് ഈസ്. അപ്പോൾ നമ്മൾ ഈ പ്രഗ്നൻസിക്ക് മുന്നേയുള്ള സമയത്ത് അങ്ങനെ എന്തെങ്കിലും എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും ഈ പ്ലാൻ ചെയ്ത് പ്രഗ്നൻസി ചെയ്യുന്നവർ ഫിസിക്കലി എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണമെന്ന് വന്ന് ചോദിച്ചാൽ മാം എന്താ പറയാറ്? ഞാൻ ആദ്യം പറഞ്ഞു ബോഡി വെയ്റ്റ്, കൺട്രോൾ യുവർ ബോഡി വെയ്റ്റ്. പിന്നെ ദാറ്റ് ഈസ് എ മെയിൻ തിങ്. പിന്നെ ഡു എ തറോ ചെക്കപ്പ്. നമുക്ക് എല്ലാ സിസ്റ്റംസും വർക്ക് ചെയ്യുന്നുണ്ടോ, അതായത് യുവർ റീനൽസ്, എസ്പെഷ്യലി ഇഫ് യുവർ ഓൺ ദ എൽഡർ സൈഡ്, ഓൾഡർ സൈഡ് ഓഫ് യുവർ ഏജ് ഇസ് സ്ലൈറ്റ്ലി ഓൺ ദ ഹയർ സൈഡ് ആണെങ്കിൽ നമ്മുടെ സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എല്ലാം നോക്കണം. പിന്നെ തൈറോയിഡ് ഉണ്ടോ, എല്ലാ ഫങ്ഷൻസും, ബോഡി ഹീമോഗ്ലോബിൻ നോർമലാണോ. യു വിൽ ബി ഷോക്ക്ഡ് ടു നോ സച്ച് എഡ്യൂക്കേറ്റഡ് ഗേൾസ് കം വിത്ത് ഹീമോഗ്ലോബിൻ 8. ബിക്കോസ് അവർ ബ്ലീഡ് ചെയ്യുമ്പോൾ അവർക്ക് ഇതാണ് നോർമൽ എന്ന്. 8 എൻ്റെ ദിവസം അത് കൂടുതലൊന്നുമില്ല. പക്ഷേ അവർ 24 വയസ്സുള്ള 10 വയസ്സ് തൊട്ട് ഇത് പൊക്കോണ്ടിരിക്കുക. അപ്പം നമ്മൾ ഹീമോഗ്ലോബിൻ
പ്രീ പ്രഗ്നൻസി ലെവലിൽ നല്ല ഹീമോഗ്ലോബിൻ മാത്രം പോരാ, നമ്മുടെ സ്റ്റോറേജ് അയണും കുറച്ച് കൂട്ടണം. ദാറ്റ് വിൽ നോട്ട് ബി, ഹീമോഗ്ലോബിൻ വിൽ നോട്ട് ഗിവ് യുവർ സ്റ്റോറേജ് അയൺ. കാരണം എമർജൻസിക്ക് നമ്മുടെ ബോഡി ഹീമോഗ്ലോബിൻ വേറൊരു ഫോമിൽ സ്റ്റോർ ചെയ്ത് വെക്കും, അയൺ. അപ്പം അതും കുറച്ച് കൂട്ടണം, എന്നാലേ എമർജൻസിക്ക് നമുക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. ഹീമോഗ്ലോബിൻ 12 എന്ന് ഡോണ്ട് ബി ഹാപ്പി. ഇപ്പം മോസ്റ്റ് ഇന്നും നമ്മൾ കാണുന്നുണ്ട് ഹീമോഗ്ലോബിൻ 8ഉം 9ഉം 10ഉം. ബിക്കോസ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. എല്ലാവർക്കും ഓൾ ആർ വറീഡ് അബൌട്ട് തൈറോയിഡ്, പക്ഷെ തൈറോയിഡ് അല്ല, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഹീമോഗ്ലോബിൻ. ബിക്കോസ് ഈ പറഞ്ഞത് ഓരോരു ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ ഹീമോഗ്ലോബിൻ നോർമൽ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡി ദാറ്റ് വിൽ ബി ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ്. ഹീമോഗ്ലോബിൻ ഇസ് 40. അതുകൊണ്ടാണ് ഈ ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻസ് നമ്മൾ അയൺ എടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അയൺ ഇൻഫ്യൂഷൻസും ഒക്കെ കൊടുത്ത് അവർ ഹീമോഗ്ലോബിൻ ബിൽഡ് ചെയ്യും. ബിക്കോസ് ഈ പ്ലാസൻ്റെ ലോ ആയിട്ടുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡ് ചെയ്യും, യു കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. അപ്പോൾ ഹീമോഗ്ലോബിൻ നല്ല ലെവലായിരിക്കണം, തൈറോയിഡ് നോക്കണം, ബാക്കി ഫങ്ഷൻസ് എല്ലാം നോർമൽ ആണോ എന്ന് നോക്കണം, പിന്നെ ബോഡി വെയ്റ്റ് നോക്കണം, പിന്നെ എന്തെങ്കിലും വെജൈനൽ ഇൻഫെക്ഷൻസ്, സിവിയർ വെജൈനൽ ഇൻഫെക്ഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ട്രീറ്റ് ചെയ്യുക. ഓഫ് കോഴ്സ് ഹാവ് എ റുട്ടീൻ സ്കാൻ, നമ്മൾ സ്കാൻ ചെയ്ത് കൊടുത്തിട്ട് എന്തെങ്കിലും യൂട്രസിന് എന്തെങ്കിലും സിവിയർ പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കുക. ഓഫ് കോഴ്സ് ഹസ്ബൻഡ്, ഡോണ്ട് ഫർഗെറ്റ് ദ ഹസ്ബൻഡ് ഓൾസോ, ഇഫ് ഹി ഈസ് വില്ലിങ്. ഓഫ് കോഴ്സ് ഇവർ കല്യാണത്തിന് മുമ്പാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. പിന്നെ ഇന്നത്തെ കാലത്ത് യു ക്യാൻ ഹാവ് HPV വാക്സിൻസ് ഉണ്ട്. Try to get vaccinated earlier. See if you are immune to rubella. Rubella vaccine, അതായത് ജർമ്മൻ മീസിൽസ്. നമ്മൾ കൊച്ചിലെ ജർമ്മൻ മീസിൽസ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അതിൻ്റെ ഇമ്മ്യൂണിറ്റിയൊക്കെ പോയി കഴിയുമ്പോൾ, അപ്പോൾ ഐഡിയലി യു ഷുഡ് ഡു എ റുബെല്ല ആൻറ്റിബോഡി ടെസ്റ്റ് ബിഫോർ യു ബിക്കം പ്രഗ്നൻറ്റ്. ആൻഡ് ദെൻ ഇഫ് ഇറ്റ് ഇസ് പോസിറ്റീവ്, ഗുഡ്, ദാറ്റ് മീൻസ് നമ്മളത് ഇമ്മ്യൂൺ ആയിരിക്കും, നമുക്കത് വരില്ല. നെഗറ്റീവ് ആണെങ്കിൽ റുബെല്ല വാക്സിൻ എടുക്കാം. HPV വാക്സിൻ ഓഫ് കോഴ്സ് എനിവൺ ക്യാൻ ടേക്ക് ഇറ്റ്. റുബെല്ല വാക്സിൻ എടുക്കാം. അങ്ങനെ എല്ലാ സിസ്റ്റംസും വർക്ക് ചെയ്യുന്നുണ്ട്. ഡു എ തറോ ചെക്കപ്പ്, വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. ദാറ്റ് ഈസ് ദോസ് ആർ തിങ്സ് ദാറ്റ് നോർമലി ഐ ടെൽ ദം. ഓക്കെ. അതുപോലെ ഡോക്ടർ, നമ്മളൊരു പ്രഗ്നൻ്റ് ആയി ആദ്യ ട്രൈംസ്റ്ററിൽ നമുക്ക് അയൺ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് ഡോക്ടർ എഴുതും. അപ്പോൾ ഞാൻ ഒന്ന് കേട്ടിട്ടുള്ളത് മറന്നുപോയി എന്നൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന കേട്ടിട്ടുണ്ട്. 2 ഡോക്ടർ എഴുതിയതല്ലാണ്ട് അത് എവിടെയോ പ്രിസ്ക്രിപ്ഷൻ പോയി, ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വേറെ വാങ്ങി കഴിച്ചു. ഇത് രണ്ടും ആശാസ്യമാണോ, അത് നിർബന്ധമുണ്ടോ? യു ഹാവ് ടു ടേക്ക് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് മാത്രമേ ആദ്യത്തെ 3 മാസം കൊടുക്കുള്ളൂ. ബിക്കോസ് അയൺ സിവിയർ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും, നെഞ്ചരിച്ചിലുണ്ടാക്കും. അയൺ ടോളറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഫോളിക് ആസിഡ്, ബിക്കോസ് ഫോളിക് ആസിഡ് മിക്കുന്ന നല്ല കമ്പനീസ് തന്നെയാണ്. അയൺ ബിക്കോസ് പല ഫോംസ് ഓഫ് അയൺ ഉണ്ട്, അതെല്ലാവർക്കും എല്ലാം ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലർക്ക് ഭയങ്കര നെഞ്ചെരിച്ചിൽ വരും, ചിലർക്ക് ചില വോമിറ്റിംഗ് വരും, ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ വരും. അപ്പോൾ ഓരോ അയണിൻ്റെതും പല തരമുണ്ട്. അപ്പോൾ നമുക്ക് ഈ പേഷ്യൻ്റ് ഏതാണോ ഇന്ന കൊടുത്താൽ അത് എനിക്ക് ഡോക്ടർ കഴിഞ്ഞ പ്രഗ്നൻസിയിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സൂട്ട് ചെയ്യും. പേര് ഓർമ്മയുണ്ടോ? അയ്യോ ഓർമ്മയില്ല. കുറേ കഴിഞ്ഞ് പക്ഷേ അവർ ചിലപ്പം പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവരും. അപ്പോൾ അവർക്ക് അതായിരിക്കും അവർക്കത് സൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സ്പെഷ്യലി അയണും അതുപോലെ കാൽഷ്യം. കാൽഷ്യം ഇസ് ദിയ ബിഗ് ടാബ്ലറ്റ്സ്. അവ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചില ടാബ്ലറ്റ്സ് നമുക്ക് ബ്രേക്ക് ചെയ്ത് കഴിക്കാം. അങ്ങനത്തെ ടാബ്ലറ്റ്സ് ഉണ്ട്, 2 ആയിട്ട് കഴിക്കാം, അങ്ങനെ കഴിക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഡോണ്ട് ടേക്ക് അയൺ ആൻഡ് കാൽഷ്യം ടുഗെദർ. അയൺ അബ്സോർപ്ഷൻ ഭയങ്കര മോശമാണ് നമ്മുടെ ശരീരത്തിൽ. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന അയണിൻ്റെ 1% അബ്സോർബ് ചെയ്യുള്ളൂ, 10% അബ്സോർബ് ചെയ്യുക. അതിൻ്റെ യൂട്ടിലൈസേഷൻ അതിൽ നിന്നും കുറവാണ്. അയണിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒന്നാമത് അയണുള്ള വസ്തുക്കൾ വളരെ കുറവാണ്. ദ ഫുഡ് വിച്ച് കണ്ടെയ്ൻസ് അയൺ ഇസ് വെരി ലോ. അയൺ അബ്സോർപ്ഷൻ അതിൽ നിന്നും ലോ, ബിക്കോസ് അത് പ്രിവെൻറ്റ് ചെയ്യുന്ന പല സാധനങ്ങളും നമ്മൾ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അയൺ ഷുഡ് നോട്ട് ബി ടേക്കൺ വിത്ത് കാൽഷ്യം, അയൺ ഷുഡ് നോട്ട് ബി ടേക്കൺ വിത്ത് മിൽക്ക്, അയൺ ഷുഡ് നോട്ട് ബി ടേക്കൺ വിത്ത് കോഫി. യു ഷുഡ് ഹാവ് എ ടൈം ഗ്യാപ്പ്. അതുകൊണ്ട് അപ്പം നമുക്ക് ചില ഇങ്ങനെ ഐഡിയലി എംപ്റ്റി സ്റ്റമക്കിലാണ് അയൺ എടുക്കേണ്ടത്, ബട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ബിക്കോസ് സിവിയർ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവും. അതുകൊണ്ട് ചില ആൾക്ക് ചിലതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും നമ്മൾ എഴുതുന്നത് തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് വി നോ വാട്ട് സൂട്ട്സ് ദം, സോ ടേക്ക് ഓൺലി ദാറ്റ്. ഡോക്ടർ, അതുപോലെ പലർക്കുമുള്ള ആശങ്കയാണ്. ഒന്നാമത് ഡോക്ടർ, ഞാൻ ഇടതുവശം തന്നെ ചരിഞ്ഞ് കിടക്കണോ? അതാണ് പ്രഗ്നൻസിയിലെ ഐഡിയൽ പോസ്റ്റർ എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ശരിയാണോന്ന് വെച്ചാൽ ദാറ്റ് ഈസ് റൈറ്റ്. ആക്ച്വലി ഇടതുവശം ലെഫ്റ്റിൽ കിടക്കുന്നത് തന്നെയാണ് നല്ലത്. ബിക്കോസ് ആക്ച്വലി നമുക്ക് തോന്നും അതൊരു മിത്താണെന്ന്. ബിക്കോസ് ഈവൻ
കുട്ടികൾ വന്ന് പറയും എൻ്റെ അമ്മ പറഞ്ഞു, അമ്മൂമ്മ പറഞ്ഞു ഇടത് ദിവസം ചരിഞ്ഞ് കിടക്കണം. ദാറ്റ്സ് റൈറ്റ്. ബിക്കോസ് ഏർലി പ്രഗ്നൻസിയിൽ നമുക്ക് കുഴപ്പമില്ല, ഏത് ദിവസം ചരിഞ്ഞ് കിടന്നാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ 8 മാസം 9 മാസം ആകുമ്പോൾ നമ്മൾ മലർന്ന് കിടന്നാൽ നമ്മുടെ മെയിൻ ബ്ലഡ് വെസൽസിൻ്റെ യൂട്രസ് വലുതായിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പം നമ്മുടെ ശരീരത്തിലോടുള്ള മെയിൻ ബ്ലഡ് വെസൽസിനെ അത് പ്രസ് ചെയ്യും. അപ്പം നന്നായിട്ട് പ്രസ് ചെയ്യും. അപ്പോൾ ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയും. അപ്പോൾ നമുക്ക് പിന്നെ യൂട്രസിലോട്ടുള്ള കുറയും. അപ്പോൾ ബേബിക്ക് ഹാർട്ട് ബീറ്റ് വേരിയേഷൻ വരാം. എന്തുകൊണ്ട് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആ കംപ്രഷൻ കുറയ്ക്കുന്ന അതിൻ്റെ ആ അനാറ്റമി വെച്ച് നോക്കുമ്പോൾ കംപ്രഷൻ കുറയ്ക്കുന്നത് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് കിടക്കുന്നത്. അതുകൊണ്ട് അത് മിത്തെന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് റൈറ്റ് ആക്ച്വലി. ബട്ട് 1 മാസം 2 മാസം ഉള്ളപ്പോൾ നമ്മുടെ യൂട്രസ് ഇല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അത് ഏർലി പ്രഗ്നൻസിയിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ യൂട്രസ് വലുതായി 8 മാസം 9 മാസമൊക്കെ ആകുമ്പോൾ ലെഫ്റ്റ് കിടക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഇത് മാത്രമല്ല, ചിലർ ചോദിക്കും, എൻ്റെ അടുത്ത് ഒരു കുട്ടി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാ, എൻ്റെ അമ്മ പറയുന്നത് നീ ഇങ്ങനെ ചരിഞ്ഞിട്ട് ചുമ്മാതെ തിരിഞ്ഞങ്ങോട്ട് മറ്റേ സൈഡിലോട്ട് കിടക്കരുത്, എണീറ്റ് ഇരുന്നിട്ട് അപ്പുറത്തെ സൈഡ് കിടക്കണം. അത് പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. യു ക്യാൻ മേ ബി ചിലപ്പോൾ നമ്മുടെ മസിൽ പിടിക്കുന്ന വെച്ചിട്ടായിരിക്കും അവരത് പറയുന്നത്. അതിന് എന്തെങ്കിലും കാരണം കാണുമായിരിക്കും. എണീറ്റിരിക്കുമ്പോൾ മസിൽ പിടിക്കില്ലായിരിക്കാം. ദാറ്റ്സ് ദ റീസൺ. അത് നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങനെ പറയില്ല. ബട്ട് ബെറ്റർ ടു ലൈ ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ഇതുപോലെ കേട്ടിട്ടുള്ളതാണ്, കൈതച്ചക്ക കഴിക്കരുത്, പപ്പായ കഴിക്കരുത്, ഡേറ്റ്സ് കഴിക്കരുത് എന്നൊക്കെ. അങ്ങനെ കഴിക്കാൻ പാടില്ലാത്തതുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താ പറയുക, ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് സ്ഥിരം കഴിക്കുന്നവരല്ലെങ്കിൽ ഇതൊക്കെ ഈ പൈനാപ്പിളൊക്കെ കൂടുതൽ അസിഡിക് അല്ലേ, പൈനാപ്പിൾ സ്പെഷ്യലി എത്തിങ്. അപ്പോൾ മേ ബി അവർക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ കൂട്ടും. അത് കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അസിഡിറ്റി കൂടി, അല്ലെങ്കിൽ തന്നെ പ്രഗ്നൻസിയിൽ അസിഡിറ്റിയാണ്. ബിക്കോസ് നമുക്ക് ആസിഡ് എല്ലാം ഇങ്ങനെ കയറി വരണതാണ്. അപ്പോൾ അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അസിഡിറ്റി കൂടുന്നത് കൊണ്ടായിരിക്കാം അവർ ഈ പറയുന്നത്. പൈനാപ്പിൾ എസ്പെഷ്യലി, പപ്പായയ്ക്കും അതുണ്ടായിരിക്കാം. അതിന് അസിഡിറ്റി കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ആസിഡ് കണ്ടൻറ്റ് കൂടുമ്പം അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഫോർ ദാറ്റ് മാറ്റർ ഈവൻ ഓറഞ്ചിന് ചിലർക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും. ബിക്കോസ് അതിൻ്റെ ആസിഡ് കണ്ടൻറ്റ് കൂടുതലല്ലേ. അപ്പോൾ അതൊക്കെ ആയിരിക്കും പറയുന്നത്. അല്ലാണ്ട് അബോർഷനൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. എല്ലാവരും പറയാറ് അബോർഷനൊന്നും ഉണ്ടാക്കില്ല. നമ്മുടെ സിംറ്റംസ് അത് കൂട്ടും. പ്രഗ്നൻസിയുടെ കാര്യങ്ങൾ കുറച്ചും കൂടി സിവിയർ ആക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, അതുപോലെ ഒരു കണ്ടീഷൻ കേട്ടിട്ടുള്ളതാണ്, അമ്മ RH നെഗറ്റീവോ പോസിറ്റീവോ, അച്ഛൻ നേരെ ഓപ്പോസിറ്റ് നെഗറ്റീവ്. ഇപ്പോൾ അമ്മ പോസിറ്റീവ് അച്ഛൻ നെഗറ്റീവ്, അല്ലെങ്കിൽ അമ്മ RH നെഗറ്റീവ് ആണെങ്കിൽ അച്ഛൻ RH പോസിറ്റീവ്, അത്തരം കണ്ടീഷൻസ് വരികയാണെങ്കിൽ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്നും അതുകൊണ്ട് കല്യാണത്തിന് മുന്നേ അത് ചെക്ക് ചെയ്യണമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പ്രശ്നം? RH പ്രോബ്ലം occurs when mother is RH negative and father is RH positive. തിരിച്ചാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് ഓവർകം ചെയ്യാനുള്ള നമുക്ക് വാക്സിനേഷൻ ഇഞ്ചെക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ RH നെഗറ്റീവ് ആണെങ്കിൽ പ്രഗ്നൻ്റ് ആവുമ്പോഴേ നമ്മൾ ഇൻഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് നോക്കും. ഓൾറെഡി അതിനായിട്ട് ഒരു ആൻറ്റിബോഡീസ് ഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കും. അപ്പോൾ അത് നെഗറ്റീവ് ആണെങ്കിൽ ഹാപ്പി. അപ്പം നമ്മൾ പക്ഷേ ഈ RH നെഗറ്റീവ് മദേഴ്സിൻ്റെ യു നീഡ് ലിറ്റിൽ മോർ ക്ലോസർ ഫോളോ അപ്പ്. ഓക്കെ. ബിക്കോസ് നോർമൽ ഇതിലതൊന്നും വരില്ല. ബട്ട് ചിലപ്പം RH ആൻറ്റിബോഡീസ് കൂടും. സെക്കൻഡ് പ്രഗ്നൻസി ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആദ്യം നമ്മൾ മദർ RH നെഗറ്റീവ്, ഫാദർ RH പോസിറ്റീവ്, ബേബി RH നെഗറ്റീവ് ആണെങ്കിൽ കുഴപ്പമില്ല. ബട്ട് ഇഫ് ബേബി ഈസ് RH പോസിറ്റീവ് യു നീഡ് ടു ടേക്ക് ദി ആൻറ്റി-ഡി. അപ്പോൾ ചില കണ്ടീഷനിൽ ബേബി ആൻറ്റി-ഡി എടുത്തിട്ടുണ്ടാവില്ല. മദറിനാണ് ആൻറ്റി-ഡി കൊടുക്കുന്നത്, അമ്മ ആൻറ്റി-ഡി എടുത്തിട്ടുണ്ടാവില്ല. ആൻറ്റി-ഡി എടുത്തിട്ടുണ്ടെങ്കിലും ചിലപ്പം പ്രഗ്നൻസി സ്റ്റേറ്റിൽ തന്നെ ചിലപ്പം ബ്ലഡിൻ്റെ മിക്സിങ് നടക്കും. അങ്ങനെ ആകുമ്പോഴാണ് ഈ ഒരു ICT എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് പോസിറ്റീവ് ആവും. അങ്ങനെയുള്ളത് അതിനൊരു കട്ട് ഓഫ് വാല്യൂ ഉണ്ട്. അതിൽ കൂടുതലാവുമ്പോൾ നമ്മൾ നീഡ് ആക്ച്വലി കുറച്ചുകൂടെ ഫോളോ അപ്പ് വേണം, ക്ലോസർ ഫോളോ അപ്പ് വേണം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ അത്രയും സ്കാനിങ് ഒന്നും പോരാ. ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസിൽ അവർക്ക് സ്കാനിങ് ചെയ്യണം. വാല്യൂ കൂടുമ്പോൾ ചില സ്പെസിഫിക് ബ്ലഡ് ഫ്ലോയുടെ വെലോസിറ്റിയൊക്കെ ചില ഓർഗൻസിൽ നോക്കണം. അത് നമ്മൾ കട്ട് ഓഫ് വാല്യൂ എത്രയാണ്, ആ കട്ട് ഓഫ് വാല്യൂ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ ഡെലിവറി ചെയ്യേണ്ടി വരും. അപ്പോൾ ദാറ്റ് ഈസ് കുറച്ചുകൂടെ അതൊക്കെ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ വരുന്നതാണ് ഇഫ് ദേ ICT പോസിറ്റീവ്. അതല്ലാതെ ആദ്യത്തെ പ്രഗ്നൻസി മദർ RH നെഗറ്റീവ്,
ഹസ്ബൻഡ് RH പോസിറ്റീവ്, ICT എന്ന് പറയുന്നതൊക്കെ നെഗറ്റീവ് ഒക്കെ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, സാധാരണ പോലെ പോകും. എന്നാൽ ഇങ്ങനത്തെ പ്രഗ്നൻസി നമ്മൾ ഡേറ്റ് വരെ പൊതുവെ കൊണ്ടുപോകാറില്ല, ചിലപ്പോൾ കുറച്ചുകൂടി നേരത്തെ ഡെലിവറി ചെയ്യിപ്പിക്കും. ഓക്കെ മാം, ഇതേ കാരണം കൊണ്ട് തന്നെയാണോ ബന്ധുക്കൾ തമ്മിൽ കല്യാണം കഴിക്കരുത് എന്നൊക്കെ പറയുന്നതിന് റീസൺ? ഇതൊരു റീസൺ. ബന്ധുക്കൾ ബിക്കോസ് യുനോ നമ്മൾ ഇഫ് യു ഹാവ് സെക്സ് ലിങ്ക്ഡ് ആൻഡ് ഈ സെക്സ് ലിങ്ക്ഡ് ഡിസീസസ് ഉണ്ട്, നമുക്ക് ചില ഡിസീസ് ഉണ്ട് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ക്രോമസോംസ്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരേ ഫാമിലിയുള്ള ഒരു രണ്ടുപേരും ക്യാരിയേഴ്സ് ആവും. അതായത് ജീൻസിൽ രണ്ടുപേർക്കും അതിൻ്റെ അംശമുണ്ട്, പക്ഷേ അവർക്ക് അസുഖം ഇല്ല. അങ്ങനെയുള്ളവർ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഉണ്ടാവുന്ന കുട്ടികളിൽ അത് ആ ജീൻ ഡോമിനൻ്റ് ആവും, അപ്പോൾ അവർക്ക് അസുഖം വരും. അതുകൊണ്ടാണ് പറയുന്നത് ഈ ക്ലോസ് റിലേറ്റീവ്സ് തമ്മിൽ പാടില്ല എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ ഫാക്റ്റാണ്. അതാണ് ഇഫ് യു ആർ എവിടുന്നെങ്കിലുമൊക്കെ കല്യാണം കഴിച്ചാൽ യുനോ മിക്സിങ് ഇസ് ബെറ്റർ. The wider you mix, better it is. I'm not joking. അതാണ് സെയിം ഇതിൽ തന്നെ കിടന്ന് കല്യാണം കഴിക്കുന്നത്. If you marry a North Indian, well and good. You will get very good babies because their genetic material is entirely different. You know, variety കുഞ്ഞുങ്ങളെ കിട്ടും. ആണ് മിക്സിംഗ് ഇസ് ഗുഡ് ആക്ച്വലി. സെയിം പൂളിൽ കിടന്ന് കളിക്കാണ്ട് മിക്സ് ചെയ്ത് കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ ബെസ്റ്റ്. ആൻഡ് ദീസ് ഡേയ്സ് ഗേൾസ് ആർ ഡൂയിങ് ദാറ്റ്, മിക്സിംഗ് അ ലോട്ട്. അത് നല്ല കാര്യമാണ്. അപ്പം അതുപോലെ നമുക്ക് ട്വിൻസിനെ പറ്റി സംസാരിച്ചാൽ എങ്ങനെയാണ് ട്വിൻ ബേബീസ് വരുന്നത്? അവരുടെ അമ്മമാർ വരുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവർ പ്രത്യേകമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതേപ്പറ്റി ഒന്ന് പറയാമോ? ട്വിൻ പ്രഗ്നൻസി ഇപ്പം വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതലാണ്, ബിക്കോസ് അസിസ്റ്റഡ് റിപ്രൊഡക്ഷനൊക്കെ വന്നല്ലോ. അപ്പോൾ അവർ എന്തെന്ന് വെച്ചാൽ അവർക്ക് ഒരു എംബ്രിയോ ആയിരിക്കില്ലല്ലോ ഇടുന്നത്. അത് പിടിച്ചില്ലെങ്കിലോ എന്ന് വെച്ചാൽ 2 എംബ്രിയോ മിനിമം ഇപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നു, 2 ഇടാം അങ്ങനെയൊക്കെയാണ് റൂൾസ്. അപ്പോൾ 2 ഇടും, 2 ഡെവലപ്പ് ചെയ്യും. പക്ഷെ അങ്ങനെയുള്ളപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് ആക്ച്വലി റിസ്ക് ഇസ് ലെസ്, ബിക്കോസ് 2 ബേബീസ് 2 സെപ്പറേറ്റ് സാക്കിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നു. അത് അത്ര റിസ്ക് ഉള്ളതല്ല. 2നും വേറെ വേറെ പ്ലാസൻ്റ ഉണ്ട്, സെക്സ് ഡിഫറെൻ്റ് ആയിരിക്കാം. അത് നമുക്കറിയാൻ പറ്റില്ല, സെക്സ് അനുസരിച്ച് സെയിം ആവാം, ഡിഫറെൻ്റ് ആയിരിക്കാം. അത് നമ്മളൊരു ഏതാണ്ടൊരു നോർമൽ പ്രഗ്നൻസി പോലെ ട്രീറ്റ് ചെയ്താൽ മതി. എന്നാലും ഓഫ് കോഴ്സ് റിസ്ക് കൂടുതലാണ്. യു ഹാവ് ടു ഡു മോർ സ്കാൻസ്. അവർക്ക് ആ മെക്കാനിക്കൽ പ്രഷർ ഉണ്ടല്ലോ 2 കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന. ഇത് IVF-ലാവാം, അല്ലാതെയും വരാം. അപ്പോൾ അല്ലാതെ IVF-ൽ അല്ലാതെ ട്വിൻസ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഈ മാസം ഒരു ഓവറിൽ നിന്ന് എഗ് ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത മാസം അടുത്ത ഓവറിൽ നിന്ന് ഉണ്ടാവും. അപ്പോൾ ചില സമയങ്ങളിൽ 2 സൈഡിൽ നിന്നും ഉണ്ടാവും. 2 സൈഡിൽ നിന്ന് ഉണ്ടായി ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ 2 എഗ്സിനെ ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ ആണ് 2 സാക്കിനകത്ത് ബേബി ഉണ്ടാവും, പ്ലസിൻ്റെ സെപ്പറേറ്റ് ആയിരിക്കും. ചില സമയങ്ങളിൽ പറ്റുന്ന എന്താ വെച്ചാൽ ഇതിന് ഡിവിഷൻ സമയത്ത് അത് ഡിവൈഡ് ചെയ്ത് 2 കുഞ്ഞുങ്ങളായിട്ട് മാറും. അത് ഒരു സാക്കിൽ ഒരേ ഒരു സാക്കിൽ 2 കുഞ്ഞുങ്ങൾ വരുന്നത് ഭയങ്കര, അത് കുറച്ച് റിസ്ക് തന്നെയാണ്. 3 ടൈപ്പ് ഉണ്ട്. 2 സാക്കിൽ എൻറ്റയർലി ഡിഫറെൻറ്റ് പ്ലാസൻ്റ വരാം. ഒരു വലിയ സാക്കിനകത്ത് ചെറിയൊരു ഡിവിഷൻ കാണും, പ്ലാസൻ്റ സെപ്പറേറ്റ് ആയിരിക്കും, അത് റിസ്ക് കുറച്ചും കൂടെ ഉണ്ട്. പിന്നെ വരുന്ന എൻറ്റയർലി ഒരു സിംഗിൾ സാക്കിനകത്ത് ഒരു പ്ലാസൻ്റയേ ഉള്ളൂ, 2 കുഞ്ഞുങ്ങൾ. ഇറ്റ് ഇസ് MCDA ട്വിൻസ് എന്ന് പറയും. മോണോകോറിയോണിക് MCMA മോണോ അമ്നിയോട്ടിക്. ഒരു സാക്കിനകത്ത് 2 കുഞ്ഞുങ്ങൾ ഒരു പ്ലാസൻ്റ. ദാറ്റ് ഈസ് കുറച്ച് റിസ്ക് ആണ്. കാരണം 2 കുഞ്ഞുങ്ങൾ ഒരു പ്ലാസൻ്റ അല്ലേ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിന് വേണമെങ്കിൽ കൂടുതൽ കിട്ടാം, മറ്റേന് കുറച്ച് കിട്ടാം. ഒരു കുഞ്ഞിൻ്റെ വെയിറ്റ് നന്നായി കാണും, മറ്റേ കുഞ്ഞ് തീരെ എക്സ്ട്രീം സിറ്റുവേഷൻസ് യു മൈറ്റ് ഈവൻ ലൂസ് ദറ്റ് ബേബി. അങ്ങനെയൊക്കെ വരാം. ദോസ് ബേബീസ് നീഡ് വെരി ക്ലോസ് ഫോളോ അപ്പ്. ഈ ഒരു സാക്കിനകത്ത് 2 ട്വിൻസ് ഉള്ളത്, അത് ചിലപ്പോൾ നമ്മൾ വളരെ നേരത്തെ ഡെലിവറി ചെയ്യേണ്ടിയാക്കി വരും. 32-34 വീക്സിൽ കുഞ്ഞുങ്ങളെ എടുക്കേണ്ടി വരും. കാരണം ഈ ഗ്രോത്ത് ഡിസ്പാരിറ്റി വരുമ്പോൾ നമുക്ക് അതിൻ്റെ കട്ട് ഓഫ് വരുമ്പോൾ ഡെലിവറി ചെയ്യേണ്ടതായിട്ട് വരും. ഡിപ്പെൻസ് ഓൺ വാട്ട് ടൈപ്പ് ഓഫ് ട്വിൻ ഇറ്റ് ഇസ്. ഒരു സാക്കിനകത്ത് 2 സാക്കിനകത്ത് 2 ട്വിൻ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല.
പക്ഷേ ഈ ട്വിൻസിൻ്റേതായ ഞാൻ പറഞ്ഞ പോലെ BP കൂടാൻ സാധ്യതയുണ്ട്. ട്വിൻ പ്രഗ്നൻസിയിൽ ഷുഗറിന് സാധ്യതയുണ്ട്. പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് കുറച്ചും കൂടെ കൂടാൻ വേണമെങ്കിൽ ട്വിൻസിൽ. അഫ്കോഴ്സ് സാധാരണ പ്രഗ്നൻസി പോലല്ല, കുറച്ചും കൂടെ ക്ലോസ് ഫോളോ അപ്പ് വേണം, ഫ്രീക്വൻറ്റ് സ്കാൻസ് വേണം, ഗ്രോത്ത് നോക്കണം, ബ്ലഡ് ഫ്ലോ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അതിനെ ഡെലിവറി ടൈം ഡിസൈഡ് ചെയ്യേണ്ടത്. ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ ഒരു സംശയമാണ്. ഇപ്പം നമുക്ക് മാം BP ഷുഗറൊക്കെ പറഞ്ഞല്ലോ, നമുക്ക് മുന്നേ BP ഉണ്ട് അല്ലെങ്കിൽ ഷുഗർ ഉണ്ട് എന്നുള്ളവർ മാത്രം പ്രഗ്നൻസിയിൽ ഇത് ശ്രദ്ധിച്ചാൽ മതിയോ, അതോ പ്രഗ്നൻസി ടൈമിൽ ഈ BP ഷൂട്ടപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഷുഗർ കൂടുക അത്തരം കണ്ടീഷൻസ് കണ്ടുവരാറുണ്ടോ? അതുണ്ട്. അതൊരു ഡിഫറെൻറ്റ് എൻറ്റിറ്റി തന്നെയാണല്ലോ. അതായത് പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വരിക, അതാണ് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും, GDM എന്ന് പറയും. പ്രഗ്നൻസിയിൽ BP വരാം, അത് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാം. അതിൻ്റെ പല സിറ്റുവേഷൻസ് ഉണ്ട്. അതിന് അങ്ങ് അറ്റം വരുമ്പോഴാണ് നമ്മൾ ഈ കേട്ടിട്ടുണ്ടോ പ്രഗ്നൻസി സമയത്ത് ആൾക്കാർക്ക് ഫിറ്റ്സ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എക്സ്ട്രീം കണ്ടീഷനാണ്. അപ്പം നമ്മൾ അതാണ് നമ്മൾ ഈ പ്രീ പ്രഗ്നൻസിയിൽ കൗൺസിലിങ്ങിൽ ഞാൻ പറഞ്ഞത്. You should do your sugar levels, you should check your sugar levels. വെറും ഷുഗർ നോക്കിയാൽ അപ്പോൾ HbA1c നോക്കണം. പിന്നെ അതായത് ഗ്ലൂക്കോസ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി GTT എന്ന് പറയുന്നത് സാധാരണ ഒരാൾക്ക് ഗ്ലൂക്കോസ് കഴിച്ചാൽ ബോഡിക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ആ ബോഡിക്ക് ഷുഗറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബ്ലഡ് ഷുഗർ കൂടും. അപ്പോൾ അങ്ങനെ പ്രീ പ്രഗ്നൻസി തന്നെ നമ്മൾ HbA1c നോക്കണം, പിന്നെ GTT ഒക്കെ നോക്കി അങ്ങനെ നോക്കി നോർമലാണെങ്കിൽ പ്രഗ്നൻ്റ് ആവാം. പക്ഷേ എന്നാൽ പോലും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 26-28 വീക്സിലാണ് ഈ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് എല്ലാം പതുക്കെ തല പൊക്കുന്നത്. ബിക്കോസ് പ്രഗ്നൻസി എന്ന് പറയുന്നൊരു ഡയബറ്റിക് സ്റ്റേറ്റാണ്. അതായത് ഇൻസുലിൻ ഹോർമോണിന് അതായത് നമ്മുടെ ബ്ലഡ് ഷുഗർ കൂട്ടുന്ന പല ഹോർമോൺസുമാണ് പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രഗ്നൻസി തന്നെ നമുക്ക് ഷുഗർ കൂട്ടാൻ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഷുഗർ നിയന്ത്രിക്കണം. അതാണ് നമ്മൾ ഈ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റൊക്കെ ആ സമയത്ത് ചെയ്യുന്നത്. നമ്മുടെ ബോഡിക്ക് അത് ഷുഗറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി അത് ചെയ്യാറുണ്ട്. അങ്ങനെ പക്ഷേ ഒരുപാട് പേരുണ്ട്, നമുക്ക് ബ്ലഡ് ഷുഗർ കൂടും, ചിലർക്ക് ഡയറ്റ് കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഡയറ്റ് പറ്റില്ലെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് ഇൻസുലിൻ എടുക്കേണ്ടി വരും. പിന്നെ ഹൈ ഡോസസ് ഇൻസുലിൻ എടുത്ത് നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്ത് ഈ പറയുന്ന കട്ട് ഓഫ് ലെവലിൽ നമുക്ക് ബേബിയെ നമുക്ക് ഡെലിവറി ചെയ്യാം. BP എന്ന് പറയുന്നത് ഇതുപോലാണ്. 26-28 വീക്സ് ആകുമ്പോഴത്തേക്കും ആണ് നമ്മൾ യൂഷ്വലി BP 28 വീക്സിൽ BP തുടങ്ങുന്ന കുറച്ചും കൂടെ റിസ്ക്കാണ് പ്രഗ്നൻസിയിൽ. യൂഷ്വലി 3rd ട്രൈമസ്റ്റർ 30 വീക്സ് കഴിയുമ്പോൾ BP നമ്മൾ ഒരുപാട് പേർക്ക് കാണാറുണ്ട്. ഇന്നത്തെ കാലത്ത് അതിന് ടാബ്ലറ്റ്സ് ഉണ്ട്. അത് ക്ലോസർ മോണിറ്ററിങ് വേണം. BPയോടൊപ്പം വേറെ പല പാരാമീറ്റേഴ്സും ഉണ്ട്, കൂട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതൊക്കെ നോക്കിയിട്ട് ഈ പറയുന്ന പോലെ നമ്മുടെ എല്ലാ പ്രഗ്നൻസിയുടെ എയിം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നോർമൽ പ്രഗ്നൻസി ഇന്ന് ഞാൻ നോർമൽ എന്ന് പറഞ്ഞാൽ നാളെ അബ്നോർമൽ ആവുമോ എന്ന് അറിയത്തില്ല. അപ്പം നോർമൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ നമ്മളൊരു 37-38 വീക്സ് വരെ അതിനെ കൊണ്ടുപോവുക. ഏത് പ്രഗ്നൻസി ആയാലും കൊണ്ടുപോവുക. വേറെ എല്ലാം നോർമലാണെങ്കിൽ നമുക്ക് ഡെലിവറി വരെ പെയിൻസ് വരെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. എന്നാലും ഇന്നത്തെ കാലത്ത് ഒരു 39 വീക്സൊക്കെ ആകുമ്പോൾ നമ്മളത് ഡെലിവറി ചെയ്തെടുക്കുക. ഇങ്ങനത്തെ കണ്ടീഷൻസിൽ BP ഒക്കെ ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞു BPയോടൊപ്പം ഈ ഗ്രോത്ത് കുറയാം, ഗ്രോത്ത് റെസ്ട്രിക്ഷൻ വരാം. അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോഴാണ് നമുക്ക് 32 വീക്സിലൊക്കെ ഡെലിവറി ചെയ്യേണ്ടി വരും. ഡോക്ടർ പറഞ്ഞ പോലെ എല്ലാം നോർമലായ ഒരു കണ്ടീഷൻ, കുട്ടി ഡെലിവറി ടേബിളിലേക്ക് എത്തുന്നു. ആ സമയം അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനോടാണ് ഞാൻ ചോദിക്കുന്നത്. ആ സമയം എത്ര പ്രാധാന്യമുണ്ടെന്നാണ് തോന്നിയിട്ടുള്ളത്? ആക്ച്വലി അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മളെല്ലാവരോട് പറയും നോർമൽ ഡെലിവറിയാണ്, എല്ലാം ബേബി ദേ വന്നു തല കാണുന്നു എല്ലാം പറഞ്ഞിരിക്കും. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് ആ കുഞ്ഞ് അതിൽ കൂടി വരുമോ എന്ന് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടും എക്സാമിൻ ചെയ്തേ പറയാൻ പറ്റൂ. ബിക്കോസ് ആ ഒരു പാസഞ്ചറും പാസേജുമാണ് ഉള്ളത്. പാസേജ് എന്ന് പറഞ്ഞാൽ സെർവിക്സ്, അവൻ്റെ പെൽവിക് ബോണാണ്, വജൈനയല്ല. ആ പെൽവിക് ബോണിൽ കൂടെ ആ പാസേജിൽ കൂടെ ആ പാസഞ്ചർ തല ഇങ്ങ് വരണം. തല മാത്രം പോരാ, ഷോൾഡറും വരണം. ആൻഡ് why is labor painful for humans? Why is it more painful?
You know, because humans have bigger heads. I'm not joking. ഓക്കെ. വേറെ ആനിമൽസ് നോക്കുവാണെങ്കിൽ ആനയുടെ തല ചെറുതല്ലേ, എല്ലാത്തിൻ്റെയും തല ചെറുതാണ്. സോ വൈ ഡു ഹ്യൂമൻസ് ഹാവ് മോർ പെയിൻ? ബിക്കോസ് ദിയർ ഹ്യൂമൻ ഹെഡ് ഈസ് ബിഗർ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഹെഡിനേക്കാളും നമുക്ക് പേടി ഷോൾഡറാണ്. ഓക്കെ. അതായത് ഞാനീ പറഞ്ഞ പോലെ ഡയബറ്റിക് മദേഴ്സിന് അവരുടെ ബേബീസിനൊരു ഷേപ്പേ തന്നെ വ്യത്യാസമായിരിക്കും. ദേ വിൽ ഹാവ് ബിഗ് ഷോൾഡേഴ്സ്. That is the nightmare of all doctors. ഹെഡ് വന്നു, ഷോൾഡർ വരുന്നില്ല. That is a nightmare. But so that fortunately these days, because നമുക്കൊരു പരിധി വരെ നമുക്ക് മെഷർമെൻറ്റ്സ് ഉണ്ട്, അതൊക്കെ പറ്റും. നമുക്ക് എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. പക്ഷേ ഈ പലപ്പോഴും നമ്മൾ വരും എന്ന് പറഞ്ഞിരുന്നിട്ട് അവസാനം ലാസ്റ്റ് മിനിറ്റ് ഒന്നീ ബേബി വരില്ല, അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് വേരിയേഷൻ വരുമ്പോൾ ലാസ്റ്റ് മിനിറ്റ് കൊണ്ടുപോയി സിസേറിയൻ ചെയ്ത് ബേബിയെ എടുത്തിട്ടുണ്ട്. വേറെ ചില സമയത്ത്, ഒരു സമയത്ത് ഇന്നാളി റീസെൻ്റ്ലി ഉണ്ടായത്, ആക്ച്വലി നമുക്ക് ഈ ഡെലിവറി കഴിയുമ്പം ദേ ക്യാൻ കൊളാപ്സ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്കൊരു മൈൽഡ് കൊളാപ്സ് വന്നു, ബട്ട് ഐ വാസ് ഏബിൾ ടു റിവൈവ് ഇറ്റ്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഓക്സിജൻ കൊടുക്കും. കൊളാപ്സ് ചെയ്യുന്ന പൾസ് ഫീബിൾ ആവും, BP ഫോൾ ആവും, അതിന് പല കണ്ടീഷൻസും ഉണ്ട്. അങ്ങനെയാവും. ബട്ട് പെട്ടെന്ന് അത് റിവൈവ് ചെയ്യാൻ പറ്റി. ആൻഡ് ദ പേരൻസ് വർ സോ താങ്ക്ഫുൾ അബൌട്ട് ഇറ്റ്. ആ കുട്ടിയുടെ അച്ഛൻ, അയ്യോ ഡോക്ടേഴ്സ് നാളെ ഇനി ഞങ്ങൾക്ക് എന്ത് സമാധാനമായി എന്നൊക്കെ പറഞ്ഞു. അത് റീസെൻ്റ്ലി. ബട്ട് ലോങ് ടൈം ബാക്ക്, സൂൺ ആഫ്റ്റർ മൈ PG, ഐ ഹാഡ് എ കേസ്. ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ, ഈ ഗൈനക്കോ ഒബ്സ്ട്രേഷൻ നൈറ്റ്മെയർ, ഒന്ന് ഷോൾഡർ ഡിസ്റ്റോർഷ്യ, രണ്ടാമത്തത് പൾമറി എംബോളിസം. ഞാനത് പറഞ്ഞേ പറ്റുള്ളൂ. അതായത് ദാറ്റ് ഈസ് സംതിങ് വിച്ച് കൻ നോട്ട് ബി പ്രിവെൻറ്റഡ്. അതായത് എംബോളിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർട്ടറീസിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ കയറുക. ഫ്രാക്ചർ വരുമ്പം നമുക്ക് ഫാറ്റ് കയറാം. പൾമറി എംബോളിസം ഇൻ ഡെലിവറി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ നൈറ്റ്മെയർ ഓഫ് ഓൾ ഒബ്സ്ട്രേഷൻ. അതായത് നമ്മുടെ ഈ പ്ലസൻ്റൽ ടിഷ്യൂ ചിലപ്പം ഈ വെസൽസിൽ പ്ലസൻ്റ ഇങ്ങനെ വരികയല്ലേ, അപ്പോൾ ആ വെസൽസ് ഓപ്പണില്ല, ആദ്യം കൂടെ കയറി ലങ്സിൽ പോവാം. That is known as pulmonary embolism. And that is a very, very fatal problem, fatal situation. That is what you see many headlines in the papers. Pulmonary embolism നമുക്ക് നേരത്തെ കാലത്ത് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് ഉണ്ടായി, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ PG കഴിഞ്ഞ് ഒരു 1-2 വർഷം കഴിഞ്ഞപ്പം ഐ വാസ് നോട്ട് സീനിയർ, ദേ വർ വെരി സീനിയർ പീപ്പിൾ. ഡെലിവറി ചെയ്തു, പേഷ്യൻറ്റ് ജസ്റ്റ് കൊളാപ്സ്ഡ്. അപ്പോൾ ഇവർക്ക് കൊളാപ്സ് ചെയ്ത് ഓക്സിജൻ സപ്ലൈ കുറയും. അവരൊരുമാതിരി ദേ ആക്ട് ലൈക്ക് സൈക്യാട്രി പേഷ്യൻസ്, ബിക്കോസ് ഓക്സിജൻ സപ്ലൈ ഇല്ലാത്തതുകൊണ്ട്. ബട്ട് ഐ വാസ് ലക്കി, ഇറ്റ് വാസ് ഡേ ടൈം, ദ ലേബർ റൂം വാസ് നിയർ ദ OT. അപ്പം നമുക്കത് മനസ്സിലായി പൾമറി എംബോളിസം ആണ്. പേഷ്യൻ്റ് കൊളാപ്സ് ചെയ്ത് ഫീബിൾ പൾസ്, BP കിട്ടുന്നില്ല, ഒരുമാതിരി എന്താ പറയുക, ഭയങ്കര തലയിട്ടടിക്കുന്നു, ആങ്ഷ്യസ് ആണ്. എന്താ ഒരു സൈക്യാട്രി പേഷ്യൻ്റ് എങ്ങനെ കാണിക്കുന്നു അങ്ങനെ കാണിക്കും. നമ്മൾ അറിയാണ്ട് പറഞ്ഞ മിണ്ടാതെ കിടക്കുന്ന പറയും. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ്. തലയ്ക്ക് ഓക്സിജൻ കിട്ടാത്തതുകൊണ്ടാണ്. ബട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ്. I was not very senior, I was quite junior only. We had senior, we just wheeled the patient into the theatre and she started bleeding. ഇതാണ് ബ്ലീഡിങ് വന്ന് ബ്ലീഡിങ് കൺട്രോളായി. ബട്ട് വി ഇമ്മീഡിയറ്റ്ലി, അതിന് പിന്നെ വേറെ മാർഗമൊന്നുമില്ല, ഹിസ്റ്റക്ടമി ചെയ്യേ പറ്റുള്ളൂ. ബട്ട് വി വർ ഏബിൾ ടു സേവ് ദറ്റ് പേഷ്യൻറ്റ്. പൾമറി എംബോളിസം സേവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദറ്റ് ഈസ് എ നൈറ്റ്മെയർ. നമ്മൾ ആ സമയത്ത് എല്ലാവരും തിയേറ്ററിൽ വെച്ച് അതുണ്ടായാൽ നമുക്ക് 100% സേവ് ചെയ്യാം, അല്ലെങ്കിൽ പറ്റത്തില്ല. ഇത് രണ്ടാണ് എനിക്ക് മെയിൻലി ഉള്ള. ഓഫ് കോഴ്സ് അത് കഴിഞ്ഞ് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓൾ ദോസ് വി ക്യാൻ കൺട്രോൾ. നമ്മൾ ബേബി വന്നു, കുഴപ്പമില്ല, പ്ലസൻ്റ വന്നു, പിന്നെ ഇങ്ങനെ ബ്ലഡ് വരികയാണ്, അതും ഒരു നൈറ്റ്മെയർ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടുമാണ് ഞാൻ നന്നായിട്ട് അറിയാം. ഒന്നും ഉണ്ടായത് ഈ അടുത്ത കാലത്താണ്, ട്രിവാൻഡ്രത്ത് വെച്ച് തന്നെയാണ്. ബട്ട് പെട്ടെന്ന് നമ്മളെല്ലാം കൊടുത്ത് അതിനെ റിവൈവ് ചെയ്യാൻ പറ്റി. വലിയ ദാറ്റ് വാസ് നോട്ട് പൾമറി എംബോളിസം, ദാറ്റ് വാസ് ജസ്റ്റ് എ മെറ്റേണൽ കൊളാപ്സ്. പക്ഷെ മറ്റേത് റിയൽ പൾമറി എംബോളിസം തന്നെയായിരുന്നു. ബട്ട് വി കുഡ് സേവ് ദറ്റ് പേഷ്യൻസ്. നമ്മളുടെ പ്രാർത്ഥന അതാണ്, അതുണ്ടാവല്ലേ എന്നാണ് പ്രാർത്ഥന. സാധാരണക്കാർ എപ്പോഴും ആശങ്കപ്പെടുന്നതാണ് ഈ കഴുത്തിൽ പുക്കിൽ കൂടി ചുരുങ്ങിക്കിടക്കുകയാണ് എൻ്റെ കുഞ്ഞിന്, അതുകൊണ്ട് നോർമൽ ഡെലിവറി സാധ്യമാകുന്നില്ല. അത് ഏത് കണ്ടീഷനാണ്? ദറ്റ് ഈസ് വി കോഡ് കോഡ് അറൗണ്ട് ദ നെക്ക്. അത്
സിംഗിൾ ലൂപ്പ് ഉണ്ടാവാം. ദാറ്റ് ഇസ് ക്വൈറ്റ്, അത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ റീസെൻ്റ്ലി ഐ ഹാഡ് എ പേഷ്യൻറ്റ് 3 loops. 3 ആയിരുന്നു, 2 loops tight around the neck, compressing the skin. അത് ഒരുമാതിരി 29 weeks ആയതേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ റേഡിയോളജിസ്റ്റിന് ഇവിടെ കാണിച്ചു. ഞാൻ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തപ്പോൾ അവർ പറഞ്ഞു, മാഡം ചിലപ്പോൾ ഇത് കുഞ്ഞ് അനങ്ങുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി, വേണ്ട എന്ന് പറഞ്ഞപ്പം ഐ യൂസ് ടു കോളർ. അപ്പം നമുക്ക് സ്കാനിൽ ഡോപ്ലർ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും നമുക്കത് മനസ്സിലാവും സ്കാനിൽ. എനിക്ക് തന്നെ നോക്കിയപ്പോൾ മനസ്സിലായി അവിടെ ചെറിയൊരു ഡിപ്രഷൻ പോലെ തോന്നി, ടൈറ്റായിട്ടും. അപ്പം അത് വി യൂസ് ടു ഫോളോ അപ്പ് ആൻഡ് വിൽ യു ബിലീവ് ഇറ്റ്, ഷീ ഡെലിവേർഡ് നോർമലി അറ്റ് 37 weeks വിത്ത് എ സിംഗിൾ ലൂപ്പ് ഓഫ് കോഡ്. അപ്പം അത് തിരികെ വന്നു കുഞ്ഞ് അനങ്ങിയപ്പോൾ. ബട്ട് ഷീ വാസ് ലക്കി. അപ്പം പക്ഷെ ചിലപ്പോൾ നല്ല ഒരു ലൂപ്പ് കുഴപ്പമില്ല, 2 loops ടൈറ്റ് ആവാം. പിന്നെ ചിലപ്പോൾ കോഡിൽ നോട്ട്സ് വരാം. ലോങ് കോഡാണെങ്കിൽ അതിൽ നോട്ട്സ് വരാം. അതും കുറച്ചൊരു പ്രോബ്ലം തന്നെയാണ്. ഇപ്പം 1 loop ഇസ് ഓക്കെ. 2 loops നമുക്ക് ഈ പറഞ്ഞതുപോലെ ക്ലോസ് ഫോളോ അപ്പ് ചെയ്ത് അത് ടൈറ്റ് ആവുന്നുണ്ട്. ഞാൻ ആകെ ഇത് ഒരെണ്ണേ കണ്ടിട്ടുള്ളൂ. പ്രസ്സിങ് ദ സ്കിൻ എന്ന് എടുത്തെഴുതി രണ്ടാമത് കഴിച്ചപ്പോൾ അവരും പറഞ്ഞു ഇത് പ്രസ് ചെയ്യുന്നുണ്ട്. ഞാൻ എവറി വീക്ക്ലി ഐ യൂസ് ടു കോളർ, ഐ യൂസ് ടു ഡു ദ സ്കാനിങ്. നമുക്കറിയാം ആദ്യം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ അതൊന്ന് ലൂസായി, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നായി. 38 weeks ആയപ്പോഴത്തേക്ക് പേഷ്യൻ്റ് തനിയെ പെയിനായിട്ട് വന്നു, തനിയെ ഡെലിവറി ചെയ്തു. അതുകൊണ്ട് കോഡ് അറൗണ്ട് ദ നെക്ക് ഒരു സിസേറിയൻ ഇൻഡിക്കേഷൻ ഒന്നുമല്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, കോഡിനോടൊപ്പം ചിലപ്പോൾ ഹാർട്ട് ബീറ്റ് കുറയും, അങ്ങനെയൊക്കെയാണ്. വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ്. അപ്പോൾ ചിലപ്പോൾ വി ഹാവ് ടു ഡെലിവർ. മാം, ഇങ്ങനെ പലപ്പോഴും ഈ ഗൈനക്കോളജിസ്റ്റിനോട് ബന്ധുക്കൾ പഴിച്ച് കേട്ടിട്ടുള്ളതാണ്, നോർമൽ ഡെലിവറിയാണ് ആദ്യമൊക്കെ പറഞ്ഞിരുന്നത്, പക്ഷേ ഡോക്ടർ പിന്നെ അവസാനം സിസേറിയൻ ചെയ്തു, വേണ്ടിയിരുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചിലപ്പോൾ അവർ അറിയുന്നത് തന്നെ ഉണ്ടാവില്ല. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നിർബന്ധപൂർവ്വം ഇത് നമുക്ക് സിസേറിയൻ ചെയ്യാം, അല്ലെങ്കിൽ സി സെക്ഷനിലേക്ക് പോകാമെന്നൊരു ഡോക്ടർ നിശ്ചയിക്കുന്നത്? ഒന്ന് ഞാൻ പറഞ്ഞല്ലേ, വെരി ബിഗ് ബേബി. നമുക്ക് ഞാൻ പാസേജും പാസഞ്ചറും ഉണ്ട്. ബേബി നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ബേബി നമുക്ക് ചില മെഷർമെൻറ്റ്സ് ഉണ്ട്. ആ ലിമിറ്റ് വിട്ട് കഴിഞ്ഞു ഒരിക്കലും അത് വരില്ല എന്നറിയാം, ഡെലിവറി ചെയ്യണം. പിന്നെ രണ്ടാമത്തെ ഞാൻ ഈ പറഞ്ഞു ഗ്രോത്ത് റെസ്ട്രിക്റ്റഡ് ബേബി. അത് ചില ബേബീസ് ഭയങ്കര റെസ്ട്രിക്ഷനാണ്, വെള്ളം തീരെ ഇല്ല. നമ്മളത് വെള്ളം ആവശ്യമാണല്ലോ അകത്ത്, നമുക്കറിയാം. അത് നമ്മളെ പെയിൻ വെച്ച് ഇൻഡ്യൂസ് ചെയ്താൽ ചിലപ്പം പിന്നെ ഓൾറെഡി ഈ വെള്ളം കുറയുന്നതിൻ്റെയൊക്കെ എന്തുകൊണ്ടാണ്? പ്ലസിൻ്റെ ഫങ്ഷൻ ചെയ്യാഞ്ഞിട്ടല്ലേ. അപ്പം അങ്ങനെയുള്ള ബേബീസിന് ഓക്സിജൻ കുറവായിരിക്കും. അപ്പം വെള്ളവും കുറവ്, വെയിറ്റും കുറവാണെങ്കിൽ നമ്മളിങ്ങനെ ഗുളികയും കൊടുത്ത് ഡ്രിപ്പ് വിട്ട് ഇൻഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബേബിയുടെ ഹാർട്ട് ബീറ്റൊക്കെ വല്ലാണ്ടൊക്കെ ആവും. അങ്ങനെയുള്ള ബേബീസിന് നമുക്ക് നോർമൽ ഡെലിവറിക്ക് പറ്റത്തില്ല, സിസേറിയൻ തന്നെ ചെയ്യണം. ഈ പറഞ്ഞ പോലെ സിവിയർ BP, ഭയങ്കര BP, ഇപ്പോൾ ഫിറ്റ്സ് വരുമോ എന്ന് സംശയം തോന്നുന്നതിന് നമുക്ക് സിസേറിയൻ ചെയ്യണം. അങ്ങനെ സ്ട്രോങ് ഇൻഡിക്കേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്തെ കാലത്താണ് ബിഗ് ബേബീസാണ്. ബിക്കോസ് നമ്മുടെ പെൽവിസ്, അതായത് സൗത്ത് ഇന്ത്യൻസ് മലയാളീസിൻ്റെ പെൽവിസ് ആർ സോ ഡിസൈൻഡ് സോ ആസ് ടു ഡെലിവർ എ ബേബി ഓഫ് മാക്സിമം 3 kg. നമ്മുടെ പെൽവിസിൻ്റെ ഷേപ്പ് അങ്ങനെയാണ്. പക്ഷേ ബേബി ബിഗർ ആവുമ്പോൾ അത് കൂടെ വരാൻ പറ്റില്ല, നമുക്ക് സിസേറിയൻ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ ബിഗ് ബേബീസ്, ഗ്രോത്ത് റെസ്ട്രിക്റ്റഡ് ബേബീസ്, വെള്ളം കുറേ പൊട്ടിപ്പോയിട്ടും പെയിൻ വരുന്നില്ല, പിന്നെ പ്രഷർ കൺട്രോൾ ആവുന്നില്ല, IUGR, വെള്ളം, അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ സിസേറിയൻ തന്നെ പറ്റുള്ളൂ. മാം, അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു പിന്നെ ഓഫ്കോഴ്സ് ഈ മിക്കവാറും IVF ബേബീസ്, ഹൈലി പ്രഷ്യസ് ബേബീസ് നമ്മൾ റിസ്ക് എടുക്കില്ല. ട്വിൻ ബേബീസ് യു ക്യാൻ ഡെലിവർ നോർമലി. ഞാൻ പറഞ്ഞ പോലെ രണ്ടെണ്ണത്തിനകത്ത് 2 ബേബീസ് ആണെങ്കിൽ യു ക്യാൻ ഡെലിവർ. പക്ഷേ അവർ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. തനിയെ പെയിനായിട്ട് വന്നാൽ യു ക്യാൻ ഡെലിവർ. പക്ഷേ ഒരു സാക്കിനകത്ത് 2 ഒന്നിച്ച് വരുന്നതിനൊന്നും നമുക്ക് പറ്റില്ല. ദേ ഹാവ് ടു അണ്ടർഗോ CS ഓൺലി. ഓക്കെ മാം, ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്കൊരു സംശയമുള്ളത്, ഈ പാരൻസ് അല്ലെങ്കിൽ വീട്ടുകാർ പറയുകയാണ് വേണ്ട നോക്കൂ, നോർമൽ ആവുമോ എന്ന് നോക്കൂ എന്ന് പറയുന്നു, പക്ഷേ ഡോക്ടർ സി സെക്ഷൻ പറയുന്നു. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടേറിയ അവസ്ഥ വന്നിട്ടുണ്ടോ?
ആക്ച്വലി ദീസ് ഡേയ്സ് ഇറ്റ്സ് ദി അതർ വേ റൗണ്ട്. അമ്മമാർ തന്നെ പറയുമോ വേണ്ട ഡോക്ടറെ, അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് വലുതായിട്ടില്ല. അവെയറാണ്. വി ടെൽ ദം, വി എക്സ്പ്ലെയിൻ ടു ദം, ഇതാണ് കണ്ടീഷൻ, ഇങ്ങനത്തെ കണ്ടീഷനാണ്, നമ്മൾ ഇത്രയും സമയം കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഫുള്ളായി, ഒരു ഇത്രയും മണിക്കൂറായി, ഇനി ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഇത്രയും, വി ഗിവ് ദം ടൈം, വി എക്സ്പ്ലെയിൻ എവറിത്തിങ്, ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ മാം, അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. ഇപ്പോൾ പഴയതുപോലെയല്ല, ഫാമിലി കൂടി കുട്ടിയുടെ കൂടെ ലേബർ റൂമിലുണ്ടാകും. അത് ഞാൻ ചോദിക്കുന്നത്, ഒരാൾ ഹസ്ബൻഡ് ഒപ്പം നിൽക്കുന്നു, അതാണോ ഒരു ഐഡിയൽ കണ്ടീഷൻ? അല്ലെങ്കിൽ നമ്മൾ കാണാറുണ്ട് എൻ്റെ ഫാമിലി ഒപ്പം നിൽക്കുന്നു, ഇതൊക്കെ സേഫ് ആണോ? അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഫാമിലി അക്കോമഡേഷനാണ് മാം സജസ്റ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ദ വിഷ് ഓഫ് ദ ഗേൾ. ഓക്കെ. ബിക്കോസ് എൻ്റെ അടുത്തൊരു കുട്ടി പറഞ്ഞു, ഞാൻ ചിലർ പറയും എൻ്റെ ഇവിടെ അമ്മ മാത്രം മതി എന്ന്. ഒരു കൊച്ചു പറഞ്ഞു, അമ്മ വേണ്ട, അമ്മ വേണം, അപ്പം എന്നെ വഴക്കുറയും, ഹസ്ബൻഡ് മതി. സോ വിഷ് ഓഫ് ദ പേഷ്യൻറ്റ്. പിന്നെ ദേ ഷുഡ് ബി പ്രോപ്പർലി കൗൺസിൽഡ്. ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഒരുപാട് പേരായാൽ ഇറ്റ്സ് നോട്ട് അത്ര ഒരു റെക്കമെൻഡേഷൻ ഇല്ല. ബിക്കോസ് ഇൻഫെക്ഷൻ കൂടാം, ഇവരുടെ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ വർക്കിനെ അത് ഹിൻഡർ ചെയ്യാം. മാക്സിമം 2 അമ്മയും, യൂഷ്വലി നമ്മളെ അമ്മയും ഹസ്ബൻഡിനെ നിർത്തും. ചില പിള്ളേർ ചിലർ പറയും ചേച്ചി മതി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികളുണ്ടല്ലോ. അമ്മ വേണ്ട, ചേച്ചി മതി, ചേച്ചി നിന്നാൽ മതി, അങ്ങനെയുള്ള കുട്ടികളുണ്ട്. ഹസ്ബൻഡും വേണ്ട. എന്നാലും കൂടുതൽ പേര് ഹസ്ബൻഡ് തന്നെയാണ് പറയുന്നത്. അമ്മ വേണ്ട, അമ്മ വേണ്ട എന്ന് പറയുന്നത്. കാരണം അമ്മ എന്നെ വഴക്ക് പറയും, മിണ്ടാതിരിക്കുന്ന പറയും. ഒരുപാട് പേരായാൽ നമുക്കും ഒരു ഹിൻഡ്രൻസ് തന്നെയാണ് നമ്മുടെ വർക്കിനെ. ദിൽ ഗെറ്റ് അപ്സെറ്റ്. നമ്മൾ അത് ചെയ്യും, ലാസ്റ്റ് മിനിറ്റ്. അത് മാത്രമല്ല, ലാസ്റ്റ് മിനിറ്റിനോ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഒന്നിച്ച് ചെയ്യുമ്പോഴത്തേക്കിനോ അവരും കൂടെ വന്ന് ദിൽ ഗെറ്റ് സോ പാനിക്കി, ദെൻ വീൽ ബിക്കം പാനിക്കി. അതുകൊണ്ട് 2 ഈസ് ഓക്കെ, 3 ഈസ് എ ക്രൗഡ്. ഓക്കെ മാം, മാമിൻ്റെ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസിനിടയിൽ, മാം ഇത്രയും കാലത്തെ ഒരു വർക്ക് ലൈഫിനിടയിൽ കണ്ടിട്ടുള്ള ഒരു മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു കേസ് അങ്ങനെ പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും? മറക്കാൻ പറ്റാത്ത ഒരുപാടുണ്ട്. ചിലപ്പോൾ ഇന്നാളിലൊരു കേസ് ഉണ്ടായിരുന്നു, ഇൻഫെർട്ടിലിറ്റിയാണ്. ഷി വാസ് ക്വൈറ്റ് ഓൺ ദ എൽഡർ ഏജ് ഗ്രൂപ്പ്, മാരിഡ് ഫോർ, ഐ തിങ്ക് ഷി വാസ് മാരിഡ് ഫോർ നിയർലി 18 to 20 years. Of course, she had an IVF, and then I had to deliver, and then the joy on their face when the baby was given to them. അത് മാത്രമല്ല, ഒരു കേസിൽ എല്ലാ കേസിലും അവരുടെ മുഖത്ത് വരുന്ന സന്തോഷം തന്നെയാണ്. ശരിക്കും അവർക്ക് വരുന്ന സന്തോഷം നമുക്കും ഉണ്ട്. അവർക്ക് വരുന്ന എന്തെങ്കിലും ചെറിയൊരു ഇത്, ബിക്കോസ് നമ്മൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾ ഡോക്ടേഴ്സ് ആൻഡ് ദ ഒബ്സ്ട്രീഷ്യൻസ്, യു ആർ സീയിങ് ദം ഫോർ 9 months. അപ്പോൾ അവർ നമ്മളോട് എല്ലാ കാര്യം പറയും. നിങ്ങൾക്കൊന്നും ആലോചിക്കാൻ പറ്റാത്ത എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നറിയാം. എല്ലാം പറഞ്ഞ് നമ്മളോട് അത്രയും ട്രസ്റ്റായിട്ടാണ് അവർ നിൽക്കുന്നത്. They tell you everything. ഹസ്ബൻഡ്സിനോട് പറയാത്തതും സ്വന്തം അമ്മമാരോട് പറയാത്തതും വരെ നമ്മളോട് പറയും. ഒരു വളരെ പേഴ്സണൽ സ്പേസ് കൂടിയാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ അവർക്ക് വരുന്ന ചെറിയ ഒരു കുഞ്ഞിന് വരുന്ന ചെറിയ ഇതുപോലും നമുക്കത് വിഷമം ഉണ്ടാക്കും. അവർക്ക് വരുന്ന സന്തോഷം നമുക്കതുപോലെ സന്തോഷം ഉണ്ടാക്കും. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ബേബീസിനെ കൊണ്ടുവരുമ്പോഴും ഒക്കെ നമുക്ക് സന്തോഷം. ഓക്കെ മാം, അതിൻ്റെ ചെയ്യുന്നതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയതാണ്. മാം, പല അമ്മമാർക്കുള്ള, പല ഗർഭിണികൾക്കുള്ള ആശങ്കയാണ്, എൻ്റെ കുഞ്ഞ് അനങ്ങുന്നുണ്ടോ, കുറച്ച് നേരമായി അനക്കം കാണുന്നില്ല, ഞാൻ ഡോക്ടറെ കാണണോ, അങ്ങനെ എത്ര വരെ നമ്മൾ ഈ കുഞ്ഞിന് അനക്കമുണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ അത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം എപ്പോഴാണ് ആകുന്നത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ബിക്കോസ് നമുക്ക് ഇന്നത്തെ കാലത്ത് അൾട്രാസൗണ്ട് ഉണ്ട്, നമുക്ക് NST എന്ന് പറഞ്ഞ ട്രേസിങ്സ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ബെസ്റ്റ് തിങ് ഇസ് ദ മദർ. എത്ര അനങ്ങണമെന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ 10 movements a day, അല്ലെങ്കിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ മിനിമം 4 to 5 movements, അതൊക്കെ ഉണ്ടെങ്കിലും മദർ ഇസ് ദ ബെസ്റ്റ്. മദറിനാണ് ഏറ്റവും നന്നായിട്ട് പെർസീവ് ചെയ്യാൻ അറിയുന്നത്. അതായത് 7ാം മാസത്തെ കുഞ്ഞ് നന്നായിട്ട് അനങ്ങും. എന്താണ് 7th month ധാരാളം വെള്ളമുണ്ട്. ബേബിയുടെ സൈസ് 1 കിലോയെ കാണുള്ളൂ. അപ്പോൾ ബേബിക്ക് ഓടി കളിക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ 9ാം മാസം ആകുമ്പോഴത്തേക്ക് ബേബിക്ക് ഒരു 3 കിലോ കാണും, വെള്ളം കുറയും. മറ്റതുപോലെ ഓടിക്കളിക്കത്തില്ല, കൈ ജസ്റ്റ് കിക്കിങ് മാത്രമേ കാണുള്ളൂ. അപ്പം മദർ ഷുഡ് നോ ദ കിക്കിങ്. ആ രീതി അമ്മ അറിയാം. ഞാൻ അവരോട് പറയും, 7ാം മാസത്തിലെ പോലെ അനങ്ങുന്നതുകൊണ്ടല്ല നോക്കട്ടെ, ഇന്നലെ എങ്ങനെ അനങ്ങി അതുപോലെ ഇന്ന് അനങ്ങുന്നുണ്ടോ.
You know, how was it yesterday? Okay. Or day before yesterday? Not 2 weeks or 1 month back. Okay. That is okay for us. മാസം നന്നായിട്ട് അനങ്ങി ഇന്നലെ അത് കുഴപ്പമില്ല. ഇന്നലെയും മെനിങ്ങാന്നും നന്നായിട്ട് അനങ്ങി. ആ ഒരു വ്യത്യാസം അതുപോലെ അല്ല ഇന്നനും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വരിക തന്നെ ചെയ്യണം. പിന്നെ ഞാൻ അവരോട് പറയുന്നതാണ്, സോ ഐ എം ടെല്ലിങ് ദം, സി നിങ്ങൾക്ക് ഒരു കുഴപ്പം പറ്റാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഒരു ഈവൻ ഇഫ് 0.1% ഓഫ് എനി ഡൗട്ട് കം. Okay. ഡോണ്ട് സിറ്റ് അറ്റ് ഹോം. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. ബിക്കോസ് നമുക്ക് ഏറ്റവും വിഷമമുള്ള അതാണ്, നമുക്കില്ല 1-2 എണ്ണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. വന്ന് കഴിയുമ്പോൾ ഇത്രയും കാലം കൊണ്ട് കിടന്നിട്ട് അതില്ല എന്ന് പറയും. സോ ഐ ടെൽ ദം, നിങ്ങൾക്കൊരു 0.1% എങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീട്ടിലിരിക്കരുത്, വരിക. നമുക്ക് വി ഹാവ് അൾട്രാസൗണ്ട് മെഷീൻ ഇൻ ദ ലേബർ റൂം, നമുക്ക് നോക്കാം. ഞാൻ അപ്പം തന്നെ വരും, വിളിച്ച ഉടനെ വരും, നോക്കാം. ഹാർട്ട് ബീറ്റ് ഇസ് ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. നമുക്കൊന്നും നഷ്ടപ്പെടാനല്ലോ. ഒരു കാറ് വന്നാൽ പോരെ. വൈ ഡു യു വോണ്ട് ടു സിറ്റ് അറ്റ് ഹോം? ഇഫ് യു ഹാവ് എനി ഡൗട്ട് കം, ഡോണ്ട് സിറ്റ് അറ്റ് ഹോം. ഓക്കെ മാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ഒരാൾ പ്രഗ്നൻ്റ് ആണ്, ആ ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാമിന് അവരോട് പറയാനുള്ള ഒരു കാര്യം, ഒരു ഉപദേശമൊന്നുമില്ല, ഒരു കാര്യം എന്താണ് അവരോടും ഫാമിലിയോടും ഹസ്ബൻഡിനോടും എല്ലാം? Pregnancy is a learning experience. Like, you know, once you deliver, along with the baby, parents are born. പിന്നെ നമ്മൾ ഒരുപാട് ടേക്ക് തിങ്സ് ആസ് ഇറ്റ് കംസ്. പ്ലാനിങ് വേണം, ബട്ട് യു നോ യു കാൺ എവറിത്തിങ്, എസ്പെഷ്യലി പ്രഗ്നൻസിയിൽ നേരത്തെ പറയാൻ ബുദ്ധിമുട്ടാണ് അവരോട്. എവറിത്തിങ് ഡസ് നോട്ട് ഗോ ആസ് പ്ലാൻഡ്. 9-ാം മാസം ഡെലിവറി ചെയ്യും, അത് അങ്ങനെയൊന്നും നമുക്കൊരു വി ട്രൈ ടു ഡു ദ ബെസ്റ്റ് ഫോർ ദം. നമുക്ക് ഗൂഗിൾ നോക്കി പഠിക്കാൻ ഭയങ്കര ടെൻഡൻസി ആയിരിക്കും. നമ്മൾ ഫുൾ പഠിച്ചിട്ട് അതാണ്, പ്രഗ്നൻസി ഡസൻ ഗോ ആസ് പ്ലാൻഡ്. We try to do the best for them and take them through the 40 weeks and give them a baby. If anything happens in between, we are with you. അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്തുണ്ടായാലും ഈ എൽഡർലി പേഷ്യൻസ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഡെസിഷൻ എടുത്താലും നമ്മൾ കൂടെ തന്നെ കാണും. ഡോണ്ട് വറി, വി വിൽ ബി വിത്ത് യു, വിൽ സ്റ്റാൻഡ് ബൈ യു. The decision you make should be the best. It will be the best decision. ബട്ട് ഗോ വിത്ത് ഓപ്പൺ ഹാർട്ട്. ഇന്നത് വേണം അന്നത് വേണം എന്നൊന്നും വിചാരിക്കരുത്. അയ്യോ ഇന്നലെ അങ്ങനെയായിരുന്നില്ല, ഇന്നിങ്ങനെ, അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. തിങ്സ് ചേഞ്ച് വിതിൻ മിനിറ്റ്സ്, വിതിൻ സെക്കൻഡ്സ് തിങ്സ് വിൽ ചേഞ്ച്. സോ ദാറ്റ്സ് ഇറ്റ്. അതങ്ങനെ തന്നെ എടുക്കുക, എല്ലാം നല്ലതാവുമെന്ന് പ്രതീക്ഷ. നല്ലത് തന്നെയാവും. എന്തുണ്ടായാലും നമ്മൾ കൂടെ ഉണ്ടാവും. ഡോക്ടർ ബിലീവ് ചെയ്യാൻ നമ്മൾ അങ്ങനെയാണെന്നാണ് എനിക്ക്. മാം ഒരുപാട് നന്ദി. ഒരുപാട് എക്സ്പീരിയൻസ് ഞാൻ സാധാരണ പറയാറുണ്ട്, എല്ലാ ഡോക്ടേഴ്സും ഒരു പേഷ്യൻറ്റിനെയാണ് കാണുന്നത്. ഈ ഗൈനക്കോളജിസ്റ്റാണ് 2 പേഷ്യൻസിനെ കാണുന്നത്, കുഞ്ഞുണ്ട് അമ്മയും ഉണ്ട്. അപ്പോൾ ഇത്രയും നേരം എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് വളരെ ഇൻസൈറ്റ്ഫുൾ ആയൊരു ടോക്കായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.